അള്ളാഹു ഏകനാണ്, അവൻ ജാതകല്ല, അവൻ പരാശ്രയരഹിതനാണ്. അള്ളാന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന സൂറത്താണിത്. അതുകൊണ്ട് ആ സൂറത്തിന് നിങ്ങൾ 3 പ്രാവശ്യം ഓതണേ. അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഇശാനിസ്കാരം കഴിഞ്ഞിട്ട് ശരീരത്തിൽ ഇങ്ങനെ അത്തർ പൂശുകയാ, ശരീരത്തിന് നല്ല സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയാണ്, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിയുകയാ. സഹാബത്ത് ചോദിച്ചു, അബൂ ഹുറൈറ എന്താണ് അബൂ ഹുറൈറ രാത്രി ഇശാ കഴിഞ്ഞിട്ട് നല്ല വസ്ത്രവും സുഗന്ധദ്രവ്യവും പൂശുന്നതെന്തിനാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോവുകയാ. അല്ലാഹു പറഞ്ഞതെന്താ? വലഹുന്ന മിഥിലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. എന്റെ ഭാര്യ എപ്പോഴും നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത്. അവളുടെ അടുക്കലേക്ക് പോകുമ്പോ എനിക്കും വൃത്തിയും സൗന്ദര്യം ഉണ്ടാകണം. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വൃത്തി എന്നുള്ളത്. എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ സുഗന്ധദ്രവ്യം പൂശി ഭാര്യഭക്തി ജീവിതം അവരുടെ മാത്രം സ്വകാര്യതകളിലെ ഒതുങ്ങി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് സംഭവിച്ചു പോയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്നറിയോ? നമ്മുടെ ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ലാതെ, നമ്മുടെ മക്കളോട് തർബിയത്ത് ചെയ്യാൻ സമയമില്ലാതെ എങ്ങനെയാ നമ്മുടെ ഭാര്യയെയും മക്കളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയുക? അല്ലാഹുവേ, അല്ലാഹുവേ, നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ഭാര്യമാരായി ഞങ്ങളെ സ്വീകരിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിലംഘിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിതയെ പോലെ പൊട്ടിക്കരഞ്ഞ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ നട്ടുച്ച നേരത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നിട്ട് പ്രിയപ്പെട്ട ആയിഷ ബീവിയോട് പറഞ്ഞ, ആയിഷ വിശക്കുന്ന മോളെ, ആ സമയത്ത് വിശക്കുന്ന മോളെ കൊടുക്കാൻ വീട്ടിൽ ഈത്തപ്പഴത്തിന്റെ കീറ് പോലും ഇല്ലാതെ അതിരുന്ന് പ്രിയപ്പെട്ട ആയിഷ ബീവി പൊട്ടിക്കരയുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ, ആയിഷ കടിക്കാനൊന്നുമില്ലെന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ എന്ന് പറഞ്ഞിട്ട് എന്റെ ഭർത്താവോ യൂറിന്റെ മൂലിലേക്ക് ചുരുണ്ട് കടന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വസന്തത്ത് വാത്തണ്ട് ആമാശയത്തിന്റെ അടിവയറിന്റെ ഭാഗത്തേക്ക് കാല് ചുരുട്ടിയിട്ട് ചേർന്ന് കിടന്നപ്പോ വാതിൽ പടിയിലിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ ഒട്ടിയ വയറുമായിട്ട് എന്റെ ഭർത്താവ് റൂമിന്റെ മൂലയിൽ ചാരിക്കിടക്കുന്നത് കണ്ടപ്പോ കുന്തു അബുക്കീ റഹ്മത്തൽ റസൂലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുന്നത് കണ്ടിട്ട് വാതിൽപ്പടിയിൽ കിടന്നിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവങ്ങള്, ഗൾഫില് സാമ്പത്തികമാനം വരട്ടെ, ഭർത്താവിന്റെ ആരോഗ്യം നശിക്കട്ടെ, ഏതൊക്കെ സംബന്ധിച്ചാലും ഒരു സമയത്ത് സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് അവസാനം ഭർത്താവിന് പട്ടിണി വരുമ്പോ രഹസ്യകാമുകന്റെ ശരീരത്തിന്റെ ചൂട് കയറി പോകുന്ന 1000 കഥകൾ കേൾക്കുമ്പോ വേണ്ട മോള്, ഭർത്താവിന്റെ വയറൊട്ടി കിടക്കുന്നത് കണ്ടിട്ട് വാതിൽപ്പടിയിൽ നിന്നിട്ട് ഞാൻ കരഞ്ഞുപോയി. എനിക്ക് തോന്നി, അല്ലാഹുവേ, ഭക്ഷണം കൊടുക്കാനല്ലേ എനിക്ക് കഴിയാത്തത്, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത റൂമിന്റെ മൂലയിൽ കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെ തന്റെ അടിവയറ്റിലേക്ക് മുട്ടുകാരെ ചേർത്ത് വെച്ചിട്ടുണ്ട് മുത്ത് കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ മെല്ലെ നടന്ന ഹബീബായ മുത്തിന്റെ ചാരത്തെത്തി. എന്നിട്ടോ ഒട്ടിക്കിടക്കുന്ന വയറ്റിലേക്ക് എന്റെ വലത്തെ കൈകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറിൽ ഞാൻ മെല്ലയൊന്ന് തലോടി കൊടുത്തു. ഭക്ഷണമല്ലേ അകത്തുകൂടി കൊടുക്കാൻ കഴിയാത്തത്, സ്നേഹം പുറത്തുകൂടി കൊടുക്കാൻ ഫിസിക്കില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ വയറിൽ ഞാൻ മെല്ലെ തലോടി കൊടുത്തു. എന്റെ ഭർത്താവിന്റെ ഒട്ടിയ വയറിലേക്ക് തൊട്ടപ്പോ എനിക്ക് കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ഭാര്യയുടെ നേരെ കുറിപ്പാണ്. എന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങി. ഹബീബായ മുത്തിന്റെ മുഖത്തേക്ക് ആയിഷ ബീവിയുടെ കണ്ണുനീര് വീണപ്പോ ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ചാടിയെഴുന്നേറ്റു. നോക്കിയപ്പോ ഒട്ടിയ വയറിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഭാര്യയെ കണ്ടപ്പോ ഹബീബായ മുത്ത് ചോദിച്ചു, ആയിഷ എന്തേ മോളെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. ആ
സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈവിരലുകളിലേക്ക് തന്റെ നിസാരത്തിന്റെ കൈവിരലുകളെ ചേർത്ത് വെച്ചിട്ട് അള്ളാന്റെ റസൂല് ചോദിച്ച ആയിഷ, ഇവിടത്തെ സമ്പന്നർ വേണോ അതല്ല നാളെ സ്വർഗത്തിന്റെ സ്വന്തക്കെട്ടില് ആഗ്രഹിച്ച ഭക്ഷണമെല്ലാം തിന്നു വയറ് നിറച്ചിട്ട് സ്വർണ്ണക്കെട്ടിൽ എന്റെ ഹൃദയോളത്തേക്ക് കൈയിട്ട് കിടക്കണോ മോളെ? ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോ ഭർത്താവിന്റെ കയ്യിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് നാളെ സ്വർഗത്തിൽ അങ്ങയുടെ ചാരത്തിരുന്നാൽ മതി എന്ന് ഭർത്താവിനോടും മറുപടി പറയാൻ കഴിഞ്ഞ ഭാര്യയുടെ ചാരത്താണ് ചങ്ങനാശ്ശേരിയിലെ പഴയപള്ളി ജുമാഅത്തിൽ സ്വർഗത്തിന്റെ കുടുംബം വിതറുക. എനിക്ക് സ്വർഗം മതി, എനിക്ക് സ്വർഗം മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ മടിയിൽ നേരെ പറയാൻ എനിക്ക് സമയമില്ല, സമയം അവസാനിക്കുന്നു. എന്റെ മടിയിൽ തല വെച്ചിട്ടാണ് എന്റെ ഭർത്താവ് വിട പറഞ്ഞത്. പക്ഷേ വിട പറയുന്ന നേരം എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. പെട്ടോടോറിന്റെ ഉച്ചിട്ടം മുഴുവനും വീട്ടിലേക്ക് വന്ന് കുവിഞ്ഞുകൂടുമ്പോ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം നേടിയറിയുന്ന ആധുനിക ലോകത്തിനും മനസ്സിലാകുമോ എന്നറിയില്ല. ഈ ഭാര്യഭർത്തൃ ബന്ധം എന്റെ ന്യൂ ജനറേഷൻ ഫ്രീക്കൻ ചെറുക്കന്മാർക്ക് അറിയുമോ എന്നറിയില്ല. ഭാര്യയുടെ കൈപിടിച്ചിട്ട് വൈകുന്നേരം തുറക്കുന്ന സായാഹ്നശാലകളിൽ ഉന്മാദനത്തിന്റെ വെട്ടി എറണാകുളത്തെയും കൊച്ചിയിലെയും ഡാൻസ് ബാറുകൾ മധുവിധു ആഘോഷിക്കുന്ന സിനിമാ നടന്മാരെ അനുകരിച്ചിട്ട് മാത്രം താടി വളർത്തിയിട്ട് മുടി ചുരുട്ടിയിട്ട് ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരുണ്ട്. ആരാ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാർ എന്നറിയോ? എന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അണുകുടുംബത്തിൽ പറഞ്ഞിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ KFC-യും കെൻഡക്കിയും ബർഗർമാരും തിന്നുപടിച്ച് പാതിരാസമയത്ത് കയ്യിലിരിക്കുന്ന ടച്ച് സ്ക്രീനിൽ വിരളിയെത്തിയിട്ട് ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏറെക്കപ്പെട്ട് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവനും www.com-ലൂടെ കണ്ട് കിടന്ന് പാതിരാസമയത്ത് കടലിന്റെ പുറത്തിരുന്ന് അരക്കിൽ പോയിട്ട് തുണിയില്ലാത്ത കാമുകിയോട് കോൺസെപ്റ്റിന്റെ രതിസുഖമാസ്വദിച്ചു അവസാനം പകലന്തി മുത്തു കഴിയുമ്പോ പാതിരാത്രിയാകുമ്പോ ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തളർന്നിട്ട് മുഖം ഡെസ്ക്ടോപ്പിലേക്ക് ചേർന്ന് വെച്ച് മയങ്ങി കിടന്നിട്ട് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ എഴുന്നേറ്റിട്ട് അരക്കിൽ പോയിട്ടില്ലാത്ത കറുമുടയും ധരിച്ചിട്ട് റോഡിലൂടെ ജോഗിങ്ങിന് നടക്കുന്ന എന്റെ അഭിനവകാല ഫ്രീക്കൻ ചെറുപ്പക്കാരെ, നിങ്ങൾക്കിതും മനസ്സിലാകുമോ എന്നറിയില്ല. ഭാര്യഭർത്തൃ ബന്ധം എന്ന് പറയുന്ന പവിത്രമായ ബന്ധത്തെ അരമണിക്കൂർ കണ്ട് അടിവസ്ത്രം വലിച്ചെറിയുന്നവര് 1 മണിക്കൂറിന് 20,000 കൊടുത്തിട്ട് പോയി സ്വീകരിക്കുന്ന ലോകത്തിന്റെ വ്യഭിചാരത്തിന്റെ മാധ്യമമല്ല. പടച്ചെറുപ്പ് ഹലാലാക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട അള്ളാനെ സാക്ഷി നിർത്തിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പെണ്ണ് കിടപ്പറയിൽ കാത്തു നിൽക്കുമ്പോ വരിവക്കിലെ പെൺവാണിവ കച്ചവടത്തിന്റെയും ആധുനിക മാംസക്കച്ചവടത്തിന്റെയും അടയാളമായി വരുന്ന ഓൺലൈൻ പെൺവാണിവത്തിലൂടെ അന്യ പെണ്ണിന്റെ രതിസുഖം ചേർന്ന് പോകുന്ന എല്ലാ പെണ്ണിന്റെ ലൈംഗികതയാണെന്ന് തിരിച്ചറിയുന്ന ആധുനിക മാളുകളിൽ പോയി വൈകുന്നേരം പെണ്ണ് കിടന്നു പോകുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിൽ തോണ്ടിയും പിടിച്ചും തൊട്ടും തലോടിയും ചുണ്ടും ചുരുങ്ങിയും ലോകത്തിന്റെ കാമത്തിന്റെയും കോപത്തിന്റെയും ലോകത്തിന്റെയും ഭാവത്തിന്റെയും സുഖം അനുഭവിക്കുന്ന ചെറുപ്പക്കാരാ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി പറയുകയാ, തിരക്കേറിയ സ്ഥലത്തുകൂടി ഒരു പെണ്ണ് നടന്നു പോകുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടിട്ട് ആസ്വദിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ചാണകത്തിലും കാട്ടത്തിലും കിടന്ന് ഉരുണ്ട ഒരു പന്നിയുടെ ശരീരത്തിൽ നിന്റെ വിരൽ കൊണ്ട് തൊടുന്നതാണ്. അതിനേക്കാൾ നിനക്ക് നല്ലതെന്ന് തിരക്കിലൂടെ പോകുന്ന പെണ്ണിന്റെ ശരീരത്തെ തൊട്ട് പരിശ്രമിക്കുന്ന ശബരിമലയിൽ പെൺകുട്ടികളെ കടക്കാമോ എന്ന് സുപ്രീം കോടതിയിൽ വിധി വരാൻ പോവുകയാ. ശബരിമലയിൽ പെണ്ണുങ്ങൾ പ്രവേശിക്കണമെന്ന് മുസ്ലിം സമുദായത്തിന് യാതൊരുവിധ നിർബന്ധമില്ല. കാരണം ഒരു മതത്തിന്റെ ആധാരമാ, മതവുമായിട്ട് തന്നെ മതത്തിന്റെ ആചാര്യന്മാരും വേദങ്ങളും പറയേണ്ടതാണ്. അത് കോടതി തീരുമാനിക്കേണ്ടതല്ല. മതത്തിന്റെ ആധാരങ്ങൾ ശബരിമലയിൽ പെണ്ണു പോകണമോ വേണ്ടയെന്ന് മതത്തിന്റെ നിർദ്ദേശകന്മാര് പറയേണ്ടതാ. പക്ഷേ ആ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ ഞാൻ സൂചിപ്പിക്കാൻ പറയാ. കേരളത്തിന്റെ സാമൂഹിക പ്രവർത്തക പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ അവരോടുള്ള പല കാര്യത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ സുഗതകുമാരിയുടെ ഫാസിസ്റ്റുകളോടുള്ള മൃദുസമീപനത്തിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ സുഗതകുമാരി പറഞ്ഞതെന്നറിയോ, ശബരിമലയിലേക്ക് പോകാൻ സ്ത്രീകൾക്ക് അനുവാദം കൊടുത്താലും പോകല്ല പെങ്ങള്.
18ാം പടിയുടെ ഈശ്വര സന്നിധാനത്തിലെ ശരണം വിളികളോടെ കടന്നുപോയാലും ആ തിരക്കിന്റെ ഇടയിലും നിന്റെ ശരീരത്തെ പാഞ്ഞു വരുന്ന ഈ പുരുഷന്റെ നീരാളി കൈകളെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിയില്ല. പോകരുത്. ഈശ്വര സന്നിധാനത്തിൽ പോലും പെണ്ണിന്റെ നേരെ പുരുഷന്റെ കാമക്കൈ വരുമെന്ന രീതിയിൽ കേരളത്തിന്റെ അവസ്ഥ മാറുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു പെണ്ണിന്റെ അന്യ പെണ്ണിന്റെ ശരീരത്തിലൊന്ന് തൊട്ടിട്ടും ആളുകളിൽ അതിനു വേണ്ടി പോകുന്ന, പാർട്ടികളിൽ അതിനു വേണ്ടി പോകുന്ന, അമ്പലത്തിലെ ഉത്സവത്തിന് അതിനു വേണ്ടി പോകുന്ന, അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ മുസ്ലിം കുട്ടികൾ പോകുന്നത്, നിങ്ങൾ എന്നെ വെടിവെച്ചാലും കുഴപ്പമില്ല, ഫേസ്ബുക്കില് തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കാരണം അതൊക്കെ എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളായി വിലപ്പെടുത്തിക്കൊണ്ടുവന്ന് അനക്ക മറ്റു നിദ്രയില്ല. ഇപ്പൊ നിന്നു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുക. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എന്നെ കിടത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ സമൂഹത്തോട് ചെയ്യാൻ കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിന്റെ പ്രവർത്തനത്തിനാണ് ഞാനും കാശ്മീർ അടക്കമുള്ള ആളുകൾ അപവാദങ്ങളെ ഭയക്കുന്നില്ല മോനെ. അമ്പലത്തിന്റെ ഉത്സവത്തിന് മുസ്ലിം കുട്ടികൾ പോകുന്നത് പൂരം കാണാനല്ല, അവിടുത്തെ പ്ലോട്ട് കാണാനല്ല. ലോകത്തുള്ള മുഴുവൻ ഉത്സവങ്ങളിലും ഏത് മതമാണെങ്കിലും ചെറുപ്പക്കാർ പോകുന്നത് തിരക്കിട്ടതിന്റെ ഇടയിൽ പെണ്ണുങ്ങളുടെ മാംസത്തെ തൊടാനാണെങ്കിൽ ഒരു പെണ്ണിന്റെ മാംസത്തിന് തൊട്ട് ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ചാണകത്തിലും കാട്ടത്തിലും കിടന്ന് ഉരുണ്ട് കിടക്കുന്ന ഒരു പന്നിയുടെ ശരീരത്തിൽ തൊടുന്നതാണ് നിനക്ക് നല്ലതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പൊന്നുമോനെ, പെണ്ണെന്ന് പറയുന്നത് വികാരത്തിന്റെ ബുദ്ധികരണത്തിനല്ല. പെണ്ണിനെ അല്ലാഹു നിനക്ക് നൽകിയത് നിന്റെ മക്കളെ പ്രസവിച്ചു തരാൻ, ആ മക്കളെ തർബിയത്ത് നടത്താൻ. അതിലൂടെ നിന്റെ മക്കളെ പ്രസവിക്കാനാ, ആ മക്കളെ തർബിയത്ത് നടത്താനാ. നീ മരിച്ചിട്ട് കിടക്കുമ്പോൾ നിന്റെ മക്കളെ ദുആ നിന്റെ ചാരത്ത് കിട്ടാനാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ എന്നറിയില്ല. എന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ടാണ് വഫാത്തായത്. പക്ഷെ അവസാനം എന്റെ കയ്യിൽ പിടിച്ചിട്ട് സലാം പറഞ്ഞ് എന്റെ ഭർത്താവ് മരിക്കുമ്പോഴും ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. കൂട്ടുകാരികൾ ചോദിച്ചു, മടിയിൽ കിടന്ന് മരിച്ചിട്ട് മുഖം കണ്ടില്ലെന്നോ? എന്താ ആയിഷ ഈ പറയുന്നത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് സലാം പറഞ്ഞു മരിക്കുമ്പോഴും എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ വിളക്കങ്ങ് കത്തിച്ചിരുന്നില്ല. വിളക്ക് കത്തിച്ചാലല്ലേ മുഖം കാണാൻ കഴിയൂ. എന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഇല്ലാതെ ഞങ്ങളുടെ വീട് പട്ടിണിയിലായിരുന്നു എന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഭാര്യാപടമലങ്കരിച്ച സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ഇങ്ങനെ ആയാലേ പരസ്പരം സ്നേഹിക്കുന്ന, പരിമിതികൾ അറിയുന്ന, പ്രയാസങ്ങൾ അറിയുന്ന, ഭർത്താവിന്റെ സങ്കടത്തിൽ പങ്കുചേരുന്ന, സർവോപരി അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് നാട്ടുകാര് വിചാരണ ചെയ്തു. പച്ച വിചാരം നടന്നാലും പിറ്റേ ദിവസം ചായക്കടയിൽ ആളുകൾ പറഞ്ഞ ന്യായം എന്തെന്നറിയോ? അവസാനം പറയും, എന്നാലും അവളെ എങ്ങനെയാ കുറ്റം പറയാ? അവളും അവനും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമില്ലേ? പിന്നെ നമ്മുടെ ന്യായം എന്താ? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരനെ കൈയോടെ പിടിച്ചു, എല്ലാം നടന്നു ഉറപ്പുണ്ടെങ്കിലും പിറ്റേ ദിവസം ചായക്കടയിലെ ചർച്ച എന്താ? എങ്ങനെയാ ഇപ്പൊ എന്തൊക്കെ കാര്യം ശരിയാണെങ്കിലും അവളെ കുറ്റം പറയാൻ പറ്റുമോ? അവളും തമ്മിൽ അവളെത്ര സുന്ദരിയാ, അവളെത്ര ചെറുപ്പാ, അവനാണെങ്കിലോ എന്നാലും അവളും ഒരു പെണ്ണല്ലേ എന്നൊക്കെയാണ് നമ്മുടെ ന്യായം. അങ്ങനെ പറയണമെങ്കിൽ ആരെ കുറിച്ചാ പറയേണ്ടത്? ഹബീബായ നബി തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര വയസ്സുണ്ട്? ഹബീബായ മുത്തിന് എത്ര വയസ്സുണ്ട്? അവര് തമ്മിൽ എത്ര വയസ്സിന്റെ അന്തരമുണ്ട്? ചിന്തിക്ക്. വാത് കെട്ട മാത്രം പോരല്ലോ, ഇനി വളരെ പ്രധാന സമയമായോ? അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സമയാവണം അല്ലാത്തതല്ല. ഞാൻ ഇഖ്ലാസോട് കൂടി പറയാൻ, ഇത് കഴിഞ്ഞിറങ്ങുമ്പോ ഒരു കുടുംബത്തിന്റെ ചലനത്തിന് മാറ്റമുണ്ടാവും, ഒരു കുടുംബത്തിന്റെ സംസ്കാരത്തിന് മാറ്റമുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അപകടം. എല്ലാ പുരോഗതിയും നമുക്ക് കിട്ടി, പക്ഷേ ഉമ്മ എന്ന് വിളിക്കുന്ന മോനെ നമുക്ക് കിട്ടിയിട്ടില്ല.
എല്ലാ ഉമ്മമാരുടെയും ആഗ്രഹം എത്ര വലിയ പത്രാസും പദവിയൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു മകനെ കിട്ടാൻ. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ട് അനുഭവങ്ങൾ. അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. ഒരാഴ്ച വാത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ പോളിംഗ് ബെല്ലടിക്കുമ്പോ ഓടി വാതിൽ തുറന്നിട്ട് ഉപ്പാന്ന് വിളിച്ചിട്ട് ഓടി വന്ന് മക്കൾ വന്നിട്ട് കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം തരുമ്പോ അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വരേണ്ടത്. അപ്പൊ ഉണ്ണി ഗൾഫിൽ പോയി, ഇല്ല ഒരാഴ്ചത്തേക്ക് എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോ കാശ്മീരൊക്കെ ചോദിക്ക്, ഞാനൊക്കെ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ തരും. കാശ്മീർ പോയാൽ പിന്നെ 1 മാസമൊക്കെ കഴിഞ്ഞാൽ വീട്ടിലൊന്നും വരവില്ല. ഫേസ്ബുക്കിലെ പുള്ളിയുടെ ഷെഡ്യൂൾ നോക്കിയാലും 18 ദിവസം കഴിഞ്ഞാൽ പലപ്പോഴും വഴക്കം ഇറങ്ങി കൊടുക്കരുത്. ഞാൻ പക്ഷെ 4 ദിവസം 4ാമത്തെ ദിവസം വീട്ടിൽ തിരിക്കും. ഏത് തിരക്കാണെങ്കിലും അത്ര ഡേറ്റ് തരും. അതെന്റെ ഒരു ദൗർബല്യം. വീട്ടിലെത്തി സാധാരണ സുബഹിക്കകത്ത് എത്തുമ്പോ പോളിംഗ് ബെല്ലടിക്കുമ്പോ വാതിൽ തുറന്നിട്ട് ഓടി വന്ന് മക്കൾ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം തരുമ്പോ ഈ ഹത്തീവന്മാരോട് ചോദിക്കുക, വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിലെത്തുമ്പോ ആ സമയത്ത് മക്കൾ ഓടി ഒരാഴ്ചയായിട്ടുള്ളൂ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ കുളിർമ. എല്ലാവരും അങ്ങനെയല്ലേ? ഹത്തീവന്മാരുടെ ജീവിതം ആഴ്ചയിൽ 5 ദിവസം മഹല്ലുകാർക്ക് വേണ്ടി, 2 ദിവസം സ്വന്തം കുടുംബത്തിന് വേണ്ടി. എന്നാലും മഹല്ലുകാരുടെ പരാതി തീരുവില്ല. ശമ്പളത്തിലുള്ള വ്യത്യാസം ഇല്ലതാണ്. പള്ളിയിലെ ഹത്തീമിന്റെ ശമ്പളം ക്ലോസറ്റിന്റെ വെള്ളം മാറിയില്ല. രസീത് വരായിരുന്നു കൂടുതല. അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, 5 ദിവസം മഹലില, 2 ദിവസം ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഇവിടുത്തെ ഹത്തീമൊന്നുമല്ല. ഞാൻ ഇപ്പൊ സത്യവ് ജോലി ഏറ്റിട്ടുമില്ല. 2 വർഷമായി സത്യവ് ജോലി ഏൽക്കാറില്ല, തിരക്കുകൊണ്ടാണ്. ഏതായാലും അള്ളാഹു നമ്മുടെ ഇമാമിയങ്ങളുടെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റിയും ജനങ്ങളും ഒന്നിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. 2 പേരും 2 സൈഡിൽ നിന്നാൽ മഹല്ല് പുരോഗതിയിലേക്ക് പോവില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. ആ സമയത്ത് ജീവിതത്തിൽ സമാനതകളില്ലാത്ത ഒരു അനുഭവമാണ് മക്കളെ കെട്ടിപ്പിടിച്ചുമ്മ തരിക. 2ാമത്തെ അനുഭവം, കുളിച്ചിട്ട് പടയിൽ പോയി കുളിച്ചിട്ട് കുളിമുറിയിൽ കുളിച്ചിട്ട് കയറി വരുമ്പോ കൊച്ചു പ്രായത്തിൽ മുടിയിലൂടെ തോർത്തിട്ട് വെള്ളം പോകാതെ മുടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ ഉമ്മ ഓടി വന്നിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് അടുക്കളയിലെ പുകയും കറയും കരിയും പറ്റി ഉമ്മാടെ തലമുണ്ടെടുത്തിട്ട്, മക്കളെ മുടിയിൽ വെള്ളം കിടന്നാൽ പരിപിടിക്കുമെന്ന് പറഞ്ഞു ഉമ്മാടെ കരി പുരണ്ട ഇടത്തെ കൈകൊണ്ട് കരുത്തി കൂടെ കൈയിട്ട് ഉമ്മാന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ ഉമ്മാന്റെ തലയിൽ കിടന്ന അടുക്കളയുടെ കരിപുരണ്ട കറുത്ത തലമുണ്ട് കൊണ്ട് തല ഇങ്ങനെ തോർത്തി തന്നപ്പോ കിട്ടിയ ഒരു സുഖം, അതിന് പകരം ദുബൈയിലെ ബർജ് ദുബൈയിലെ 5 നക്ഷത്ര ഹോട്ടലിലെ ബാത്ത് തൊട്ടി കുളിച്ചാലും അതിന് പകരമാവില്ല. ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കും. പിന്നെ എങ്ങനെയാണോ മോനെ നിന്റെ ഉമ്മാനെ നിനക്ക് വേണ്ടതായത്? ഉമ്മാടെ കരി പുരണ്ട ഒരു മണമുണ്ട്, കരി പുരണ്ട ഒരു മണം. ആ മണം തന്നെയുള്ള ഒരു തോർത്ത് കൊണ്ട് കണ്ട് മാറിലേക്ക് ചേർത്ത് പിടിച്ച് തോർത്ത് തരുമ്പോഴുണ്ട് ഒരു സുഖം. അതിന് പകരം വെക്കാൻ വരുന്ന അനുഭവങ്ങൾ ഭൂമിയിൽ വേറെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എല്ലാ പട്ടിണിയും പരാതിയും ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കണം. നമ്മുടെ കുടുംബം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതിന് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ജാഗരൂകരാവണം. ഭാര്യയും ഭർത്താവും നന്നാവണം, അപ്പോഴേ മക്കള് നന്നാവും. ഇത് 3 സ്വർഗത്തിലെ കുടുംബം. ഭാര്യയും ഭർത്താവും നന്നായാലേ മക്കള് നന്നാവും. 2ാമത്തെ പാട്ട്, ഭർത്താവിന്റെ ത്യാഗത്തിന് പങ്കാളിയാകുന്ന ഭാര്യ, ഭാര്യയോട് സ്നേഹത്തോടെ സഹകരിക്കുന്ന ഭർത്താവ്. ഇത് കണ്ടു വളരുന്ന മക്കൾ. ഖദീജയുടെ വീട്ടിലെ ഫാത്തിമ പറക്കും. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ ഉണ്ടാവും. ഭാര്യ ഖദീജയാവണം, ഭർത്താവ് ഇബ്രാഹിം നബിയെ പോലെയാകണം. എന്നാലേ മക്കൾ ഉണ്ടാവൂ. ഇല്ലെങ്കിൽ മക്കൾ ഇസ്മായിൽ നബിയെ പോലെയാവൂ. ഇല്ലെങ്കിൽ മക്കൾ ഇസ്മായിൽ നബിയെ പോലെ ആവില്ല. ആവോ സഹോദരങ്ങളെ? ആവൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏറ്റവും നല്ല മകനെ ഉണ്ടാക്കി കൊടുത്തതാരാ? ഏറ്റവും നല്ല മകനെ ഉണ്ടാക്കി കൊടുത്തതാരാ?
ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ കാര്യം, സഹോദര സമുദായ അംഗങ്ങൾ നമ്മുടെ ഈ വാദം കേൾക്കുന്നുണ്ടാവും ഇല്ലേ? അവർക്കാർക്കും എന്നോടൊരു പരാതിയും തോന്നരുത്. ഞാൻ അത്തരക്കാരനല്ല, ഏറ്റവും നല്ല മതസൗഹാർദ്ദ പ്രഭാഷകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. പക്ഷെ ചില പരമാർത്ഥങ്ങൾ പറയാതിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ മക്കൾ സന്ധ്യാസമയം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സന്ധ്യാസമയത്താണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ തർബീയത്ത് കൊടുത്തത്. എന്താണ് സന്ധ്യ? എന്താണ് രാത്രി? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, സന്ധ്യ വരുമ്പോ ആ സമയത്ത് നിങ്ങളുടെ മക്കളെ ഇരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഒരു പ്രാവശ്യമെങ്കിലും ഓതണം. ആ സമയത്ത് നിങ്ങൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സന്ധ്യാസമയത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ ഇരുട്ട് മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? സന്ധ്യ വരുന്നത് ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ച് പറയാനാ. സന്ധ്യ വരുന്ന രാത്രി നമ്മോട് പറയുന്ന ഉപദേശമേട. ഇതേപോലെ അന്ധകാര നിബിഡമായ ഖബറിലേക്ക് നിനക്ക് പോകാറുള്ളടാ. അതുകൊണ്ട് ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബറിൽ പ്രകാശം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യ നന്നാവുക? അതിന്റെ പരമപ്രധാനമായ കാര്യം എന്റെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിയിൽ എന്നെ കേൾക്കാനെത്തുന്നവരോട്, നിങ്ങളുടെ സന്ധ്യാസമയം നന്നാക്കിയാലല്ല. നമ്മുടെ പഴയകാല സന്ധ്യയുണ്ടല്ലോ, ഈ പഴയ പള്ളിയിലെ പഴയകാല സന്ധ്യയുണ്ടല്ലോ, മഗ്‌രിബിന്റെ സമയം. ആ മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം, അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കണം, അതിനുശേഷം അവ്വാബി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന കുടുംബത്തിലാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നത്. അവരാണ് സ്വർഗത്തിലെ കുടുംബമാകുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പണ്ട് കാലത്തൊക്കെ സുബഹിക്ക് മുമ്പ് നമ്മൾ മഗ്‌രിബിന് മുമ്പ് കേൾക്കാറില്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇന്നും ദറസുകളുള്ള പള്ളിയിലും മഗ്‌രിബിനും ഇതൊക്കെ കേൾക്കാറുണ്ട്. ഇന്ന് ദറസുകളൊക്കെ നമ്മൾ പടിയടച്ച് പുറത്താക്കി. സഹോദരങ്ങളെ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സകീറത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. നാക്കുകൊണ്ട് പറയാൻ എളുപ്പമുള്ള ഒരു വാക്കിനേക്കാൾ വലിയൊരു വാക്കില്ല. മീസാനിനേക്കാൾ ഭാരമുള്ള ഒരു വാക്കില്ല. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനേക്കാൾ വലിയൊരു വാക്കില്ല. സന്ധ്യാസമയത്ത് തസ്ബീഹ് പറഞ്ഞ, സന്ധ്യാസമയത്ത് ഖുർആൻ ഓതിയ സന്ധ്യാസമയം, ആ സമയത്താണ് ഏഷ്യാനെറ്റുകാരൻ ഭക്തിയാണ് സന്ധ്യയുടെ മുഖമുദ്ര. ആ സമയത്താണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഭക്തിയുടെ സന്ധ്യാപാത്ര നടത്തുക. മുസ്ലിമീങ്ങൾ സന്ധ്യാസമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതണം, സൂറത്തുൽ വാഖിഅ ഓതണം. വാഖിഅ ഓതിയാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാന സൂറത്തുൽ വാഖിഅയ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാമെന്നു. എന്തേ ഇബ്നു മസ്ഊദ്, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പെൺമക്കൾ പട്ടിണിയാകുമെന്ന് കരുതിയിട്ടാണോ കരയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ മരിച്ചാലും എന്റെ മക്കൾ പട്ടിണി കിടക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്താ ഇബ്നു മസ്ഊദ്? എന്റെ ഹബീബായ മുത്തനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഏതെങ്കിലും പെൺകുട്ടികൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖ, മരണം വരെ അവർക്ക് ദാരിദ്ര്യം ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതെന്നെ മുത്തനിക്ക് പഠിപ്പിച്ചു തന്ന അന്നോട് എന്റെ പെൺമക്കളെ കൊണ്ട് ഞാൻ സൂറത്തുൽ വാഖിഅ ഓദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എന്റെ പെൺമക്കള് പട്ടിണിയാവില്ല. ആർക്ക് പറയാൻ പറ്റും? ഏതുപ്പാക്ക് പറയാൻ പറ്റും ഞാൻ മരിച്ചാൽ എന്റെ മക്കള് പട്ടിണിയാവില്ല എന്ന്? ഈ ഏറ്റവും വലിയ വീടിന്റെ സംസ്കാരത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. സന്ധ്യാസമയത്ത് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഓടണം. സന്ധ്യാസമയത്ത് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഭക്തിയുടെ സമയമാണ്. ആ സമയത്ത് അവർ സന്ധ്യാപ്രാർത്ഥന നടത്താറുണ്ട്.
അവരുടെ പ്രാർത്ഥന രാമ 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 ഭാഗിമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗിമ കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിത കട്ടവാരി ദയ മുകുന്ദ രാഗമാകി ഭാഗിമ രാമ രാമ സന്ധ്യാനാമം ധരിക്കാറുണ്ട്. ആ സന്ധ്യാസമയം ഭക്തിയുടേതാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബമേ, മഗ്‌രിബിന്റെ സമയത്ത് ഖുർആനോദേണ്ട സമയത്ത് ഏഷ്യാനെറ്റുകാരൻ 7 മണിയാകുമ്പോ നിന്നെ ണ്ടറിയാതെ പറയിപ്പിച്ചിരണ്ട. ആ സമയത്താണ് ഏഷ്യാനെറ്റിലും സൂര്യനും ഭക്തിയുടെ സീരിയൽ നടക്കുക. ഏഷ്യാനെറ്റുകാരൻ അറിയാം ഭക്തിയുടെ സമയമാണത്. അപ്പോഴാണ് ശബരിമല അയ്യപ്പൻ എന്ന സീരിയൽ ഉള്ളത്. അപ്പോഴാണ് പരശുരാം എന്ന മഹാവിഷ്ണുവിന്റെ സീരിയൽ ഉള്ളത്. മഗ്‌രിബിന് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ആ സമയത്ത് ഖുർആൻ ഓതിയിട്ട് മക്കളെ വട്ടം ചുറ്റിലെത്തിയിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ദിക്ർ പഠിപ്പിച്ചു കൊടുക്കേണ്ട നീ സീരിയലിന് റിമോട്ട് ഓൺ ചെയ്തപ്പോ ഏഷ്യാനെറ്റിന്റെ സീരിയൽ ഓൺ ചെയ്യുകയാണ്. ആ സമയത്ത് ഓടി വിളിക്കുന്നതെന്താ? ശബണമയ്യപ്പ, ഓം ഗുരുവായൂരപ്പ. അറിയാതെങ്കിലും സന്ധ്യാസമയത്ത് നിന്റെ വീട്ടില് ശിർക്കിന്റെ വാക്ക് നിന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേടി. നിന്റെ ജീവിതം എങ്ങനെയാ നല്ലതാവുക? 17 ഇഞ്ചിന് മുകളിൽ 7 മുതൽ 9 വരെ അടയിരിക്കുന്ന കോടിയെ പോലിരിക്കുന്ന പച്ചപ്പൊട്ടി നീ അറിയാതെങ്കിലും നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വാക്ക് വന്നാൽ എങ്ങനെയാ നിന്റെ മക്കൾ നാളെ സ്വർഗത്തിന്റെ മക്കളായി പരിണമിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? അതാ പറഞ്ഞത് കേൾക്കുന്ന സഹോദര സമുദായത്തിൽ ഒരു വിഷമം ഉണ്ടാവണ്ട. അവിടെ ആ സമയത്ത് അവർ സന്ധ്യാനാമം ജപിക്കും. 7 മണിക്ക് സൂറത്തിൽ വാക്യോദന്റെ സമയത്ത് റിമോട്ട് എടുത്തിട്ട് ഓണായാൽ അത് കേൾക്കണെന്താ? പറ, നിങ്ങൾ എന്താണ് പൊട്ടന്മാർക്ക് നോക്കുന്നത്? എന്താ പറ? നമ്മൾ പറയിപ്പിച്ചില്ലേ? എന്താ വിഷമം തോന്നണോ? പറയേണ്ടത് പോലെ പറഞ്ഞ ആർക്കും ഒരു വിഷമം ഉണ്ടാവൂല. അവരും ആ സമയത്ത് ഭക്തിയുടെ ഭാഗത്താണ്. അറിയാതെങ്കിലും ഒരു ശിർക്കിന്റെ വാക്ക് പറഞ്ഞില്ലേ? ഓരോ ദിവസവും സന്ധ്യ ഖബറിന്റെ ഇരുട്ടിനെ ഓർമ്മിപ്പിക്കാനാണ് രാത്രി വരുന്നത്. ആ സമയത്ത് നിന്റെ വീട്ടിൽ കേട്ടതോ മുലിയാക്കന്മാർക്ക് സീരിയലിനോട് എന്താ ഇത്ര വിരോധം എന്ന് ചോദിക്കും. മനസ്സിലായ എന്താണ്? അല്ലാതെ സീരിയലുകാരനോട് ഞങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല. മാപ്പിളപ്പാട്ടുകാർ ആലപ്പുഴയിൽ ഹോട്ടലിൽ കയറിയപ്പോ ഇപ്പോഴത്തെ പുതിയ മാപ്പിളപ്പാട്ടുകാരനെ കണ്ടു വന്നെന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് പൊന്നു വാക്കവി നിങ്ങൾ എന്തിനാണ് നമ്മുടെ കഞ്ഞിയിൽ പാറ്റ അടിച്ചത് എന്നോട് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കഞ്ഞിയിൽ നമ്മൾ പാട്ട അടിക്കുന്നില്ല. നിങ്ങൾ ഈ പ്രണയമേ ഞാൻ കരയുമ്പോൾ വാദിക്കുന്ന സമയത്ത് മരണമേ ഞാൻ കരയുമ്പോൾ നിങ്ങൾ എഴുത്. ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു വലിയ കഴിവ് തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പാടും. ശബ്ദം അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അനുഗ്രഹമാണ് അല്ലേ? എന്റെ ശബ്ദത്തേക്കാൾ നല്ലതാണ് കാസിമിന്റെ ശബ്ദം. എന്നത് പറഞ്ഞു പതറാൻ തുടങ്ങി. ശബ്ദം ഏറ്റവും നല്ല അനുഗ്രഹമാണ്. അതേ മനുഷ്യന്മാരെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതിയപ്പോ അതിൽ ലയിച്ചിരുന്ന മുത്തനബി പറഞ്ഞു, ഇബ്നു മസ്ഊദേ ഇന്നക ഊതീത മിസ്മാറൻ മിന മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബിയുടെ കുടുംബത്തിന് കിട്ടിയ സ്വരമാധുരി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇബ്നു മസ്ഊദേ. നല്ല സ്വരമാധുരി, അതാ നല്ല അനുഗ്രഹമാണ്. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സ്വരത്തിന് മാധുര്യം തന്നത് പ്രണയത്തിന്റെ പാട്ട് പാടാനല്ല, വറത്തിൽ ഖുർആന തർതീലാ. നല്ല ആഗ്രഹത്തോടെ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യാനാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പറയില്ല, ഞാൻ നിർത്തും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ ചെറിയ ഹദീസ് പറയാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലെ ദമ്പതികളുടെ വിശദീകരണം പറഞ്ഞുതരാം. ഇത് 12 മണിക്ക് അടുത്ത നാളെ 12 കഴിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ ഞാനൊന്ന് കയറണം. അള്ളാഹു നമ്മുടെ പ്രഭാഷകർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര നേരം പറയുന്നു എന്നതല്ല, ഖൈറുൽ കലാമി മാ കല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയസമ്പുറ്റവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മളെ ബാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു തരാം.
മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി. എന്നിട്ടൊരു 2 ദുആയി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും, അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഭൗമികമായ ഈ പ്രപഞ്ചലോകത്തിന്റെ സൗരോർജ ലോകത്തിന്റെ കാന്തിക തരംഗം നഷ്ടമാകും. അപ്പോൾ ആ കാന്തിക തരംഗം നഷ്ടമാകുമ്പോ ആകാശലോകത്തിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ മാറും. ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവമാകും, ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവമാകും. അപ്പോൾ പിന്നെ ഉദിക്കുന്നിടത്ത് തന്നെ അസ്തമിക്കേണ്ടി വരും എന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് റവാഹു നാസ വകമാകാല മനോരമ. അതിന്റെ റിപ്പോർട്ട് അടുത്ത ഡയഗ്നോസുകളാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഏതായാലും തകരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴാണ് ലോകം അവസാനിച്ചു പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത്? അന്ന് തൗബയുടെ വാതിൽ അടഞ്ഞു പോകും. അന്ന് ആര് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. എപ്പോഴാണ് നബിയെ? അന്നാണ് ദജ്ജാൽ വരുന്നത്. അന്നാണ് ദജ്ജാൽ വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥ ദജ്ജാൽ വരുന്നതിന് മുമ്പേ ചില ദജ്ജാലിന്റെ മിനി പതിപ്പുകൾ വരും. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കല്ലാബൂന. കള്ളം പറയുന്ന ദജ്ജാലുകൾ, യഥാർത്ഥ ദജ്ജാൽ വരുന്നതിന് മുമ്പേ കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. ഈ ഹദീസ് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കണം. കള്ളം പറയുന്ന ദജ്ജാൽ, പച്ചക്കള്ളം പറയുന്ന ദജ്ജാലുകൾ, യഅ്തൂനകും മിനൽ അഹാദീസി മാ ലം തസ്മഉ അൻതും വല ആബാഉകും. നിങ്ങളുടെ പൂർവികന്മാര് കേട്ടിട്ടില്ലാത്ത കാര്യം പോലും അവർ പറയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കള്ളം പറയുന്ന ആദ്യത്തെ ദജ്ജാൽ ഭൂമിയിൽ വന്ന് ചത്തുപോയി. ആരാണത്? ചാൾസ് ഡാർവിൻ. കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന പച്ചക്കള്ളം പറഞ്ഞ ദജ്ജാലാണ് ആദ്യത്തെ ദജ്ജാൽ. ചാൾസ് ഡാർവിനാണ്. ഞാൻ എന്റെ നിഗമനമാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കള്ളം പറയുന്ന ദജ്ജാലും യഥാർത്ഥ ദജ്ജാലിന് മുമ്പേ വരും. അപ്പൊ കള്ളം പറഞ്ഞ ആദ്യത്തെ ദജ്ജാൽ ഡാർവിനാണ്. ഡാർവിൻ ചത്തുപോയി. ദജ്ജാലൂന കദ്ദാബൂന. ആ വിഷയത്തിലേക്ക് പോയി വലിയ ഗഹനമായ ആഴത്തിലേക്കൊക്കെ പോകും. ഇതൊക്കെ ഒരു ജുമയ്ക്കൊക്കെ വന്നിരിക്കുന്നവരോട് പറയാൻ പറ്റും. ഒരു നിരന്തരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ മറന്നിട്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. ഭയങ്കര വാക്ക് പറയണ ആളാ, എന്നിട്ട് എനിക്ക് തണുത്തോളത്. ആത്മാ സ്നേഹമൊക്കെ ചിരിയിലുള്ളൂ. അതായത് കാസിമിയുടെ ഒരു പ്രത്യേകത, നല്ല ചിരിയാണ്. അതേപോലുള്ള ചിരി പിന്നെ കോസപ്പിന്റെ കവറിലെ ചിരി നന്നായിട്ട് ചിരിക്കും. നല്ല സ്വഭാവമാണല്ലോ. ബാബു നിലയത്തിൽ കൊടുക്കട്ടെ. ചില ആളുകളാണ് എന്ത് പറഞ്ഞാലും അങ്ങനെ ഒന്നും ചിരിക്കൂല. ഒരു സത്യവിശ്വാസിയുടെ മുഖത്ത് നോക്കി ചിരിക്കൽ സദക്കയാണ്. ചില ആളുകളെ സലാം പറഞ്ഞാലും ഗൗരവമാണ്, ഭയങ്കര വെയിറ്റാണ്. അതിങ്ങനെ നോക്കും. ആരാണ്? ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ വോക്ക് മെമ്പർ. എവിടെ ചങ്ങനാശ്ശേരി പഴയ ചാക്കത്തോടാണ്. അവന്റെ വെയിറ്റിനൊരു കാര്യം. ചിരിക്കൽ സുന്നത്താണ്, സദക്കയാണ്. ചിരിക്കാൻ ഒരാൾക്ക് കോപം 64 നരമ്പുകൾ വർക്ക് ചെയ്യണം. മുഖത്ത് സന്തോഷമാണെങ്കിൽ 3 നരമ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതാ ലാഭം ശരീരത്തിൽ? ചിരിക്കലല്ലേ, ചിരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ലോകാവസാനം വരുമ്പോ ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയിറത് വഇദൽ ബുഹൂഷു ഹുശറത് വഇദൽ ബിഹാറു ഫുജിറത്. ആകാശം ചുരുട്ടപ്പെടും, സൂര്യൻ ധവളധവളമായി പൊടിക്കപ്പെടും, സമുദ്രത്തിന്റെ ഉള്ളിൽ തീ കത്തിക്കപ്പെടും. സമുദ്രത്തിന്റെ ഉള്ളിൽ തീ കത്തും, ഉറപ്പാണ്. എങ്ങനെ കത്തുമെന്ന് പറയണം? നാളെ ഒരാള് പ്രസിഡന്റിനോട് ചോദിക്കുക, 25 വർഷമായിട്ട് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളുടെ ഖുർആനിൽ പറയാ കടലിൽ തീ കത്തുമോ? അല്ലാഹുവറിയാം. എന്താ എന്റെ സഹോദരങ്ങളെ, ഞാൻ വിഷയം പറയാൻ ഇതിന്റെ അടയാളം നടത്തി. കടലിൽ തീ കത്തുമെന്ന് സമർത്ഥിക്കാൻ ഇസ്ലാം പുറമ്പോക്കൊന്നുമല്ല. കടലിൽ തീ കത്തും. കടലിലെ സാധനം എന്താ? കടല് നിറച്ചതോ?
അടച്ചല്ല വെള്ളം. വെള്ളത്തിന്റെ രാസനാമം എന്താ? എത്തിച്ചുവോ? ഇവനോടാട്ടോ നിങ്ങളെ ഇടാമെന്ന് വിളിക്കുക. അവനെ എനിക്ക് വിളിക്കാൻ ലൈസൻസ് ഉണ്ട്. ഇടാന്ന് വിളിച്ചോന്നൊന്നും തോന്നരുത്. ഇത് പാടാം. എത്തിച്ചുവോ? ഹൈഡ്രജന്റെ 2 ആറ്റം, ഓക്സിജന്റെ 1 ആറ്റം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഈ വെള്ളം ഉണ്ടാവുക. ഹൈഡ്രജന്റെ 2 ആറ്റം, ഫോർ എക്സാമ്പിൾ ഓക്സിജന്റെ 1 ആറ്റം, രണ്ടും കൂടെ ചേരുമ്പോ വെള്ളം ഉണ്ടാവും. ഹൈഡ്രജന്റെ സ്വഭാവം എന്താ? ഒന്ന് പറ. ഹൈഡ്രജൻ കത്തും. നക്ഷത്രങ്ങൾ കത്തുന്നത്, നക്ഷത്രങ്ങളിലെ വാതകം ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് നക്ഷത്രം ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുന്നത്. ഹൈഡ്രജൻ കത്തുന്ന സാധനം, സ്വയം കത്തും ഹൈഡ്രജൻ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നത്, സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ, എന്നാൽ പെട്രോളും തീയും പോലെ പരസ്പരം ചേർന്ന 2 വാതകങ്ങൾ കൊണ്ടാണ് അല്ലാഹു ഈ വെള്ളത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഈ നട്ടുച്ച നേരത്ത് നിന്റെ വയറ് കിടന്ന് കത്തുമ്പോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ നിന്റെ വയറിന്റെ കത്തല് മാറി. അപ്പൊ നീ പറയണം അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലമാ തഹൂറാ. സ്വയം കത്തുന്ന 2 ആറ്റവും കത്താൻ സഹായിക്കുന്ന 1 ആറ്റവും, അത് രണ്ടും കൂടെ ചേരുമ്പോ തീ കത്തുകയാണ് ചെയ്യേണ്ടത്. ആ സാധനം കുടിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന് തണുപ്പ് തന്ന അല്ലാഹ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാ, ഗവേഷണത്തിന്റെ ജനാലയുടെ വാതിൽ ഞാൻ തുറന്നു തരികയാ. ഈ കടൽ മുഴുവനും ആഞ്ഞടിക്കുന്ന ജലം, സ്വയം കത്തുന്ന 2 ആറ്റവും കത്താൻ സഹായിക്കുന്ന 2 ആറ്റവും തമ്മിൽ കൂടിച്ചേർന്നതാ. അല്ലാഹുവിന്റെ കുദറത്ത് കൊണ്ടാണ് ഇത് കത്താതിരിക്കുന്നത്. ഏത് സമയത്തും എന്റെ കുദറത്തിനെ പിൻവലിക്കുന്നതോ ആ സമയത്ത് 2 ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർന്നാൽ അവിടെ തീ ഉണ്ടാകും. കടല് കത്തിക്കപ്പെടും. ഓരോന്നായിട്ട് ഞാൻ പറയാം, സയന്റിഫിക് ആയിട്ട് തന്നെ പറയാം, പക്ഷെ പിന്നീട് എപ്പോഴേലും ആവാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ തിരമാലകൾ ആഞ്ഞെടുക്കുമ്പോ കടലോരത്ത് പോയി കാമുകിയുടെ മടിയിൽ തലവെച്ചിട്ട് ഹറാമുകൾ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ആ തിരമാലയുടെ കുതിരത്തിനെ അല്ലാഹു തിരിച്ചു വിളിച്ചാൽ ആ സമയത്ത് സൂര്യൻ കത്തുന്നത് പോലെ കടൽ കത്തിക്കപ്പെടും. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഏത് സമയത്താണ് കടലിൽ തീ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഈ സൂര്യൻ പൊട്ടിത്തെറിക്കുന്നത്? എപ്പോഴാണ് ഈ നക്ഷത്രങ്ങൾ മൂവാണ്ടം മാങ്ങ പോലെ താഴെ വീഴുന്നത്? എപ്പോഴാണ് ഈ ഭൂമി ധവളമായി പൊടിക്കപ്പെടുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ വഹറ ഫീ ഖുലൂബികുമുൽ ഫിത്ന. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഫിത്ന സ്ഥാപിക്കപ്പെടുമ്പോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാചിന്റെ ഫിത്നയ്ക്ക് ഇടം പിടിക്കുമ്പോ, ഇനിയും തീർന്നില്ല. ഇതെന്തിനെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പിശാചിന്റെ സ്വാധീനം ഉണ്ടാകും. ഏതുവരെ? മണ്ണിന്റെ ഇട്ടിക കൊണ്ടുണ്ടാക്കിയ കൊച്ചുകുടിലുമ്പോ മതരിന് തോല് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ ആ ഫിത്ന കടന്നു ചെല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇട്ടിക കൊണ്ടുണ്ടാക്കിയ കൊച്ചു വീടിന്റെ ഉള്ളിലും കോട്ട കൊത്തളങ്ങളുടെ ഉള്ളിലും ആ ഫിത്ന, പിശാചിന്റെ ഫിത്ന സ്ഥാനം പിടിക്കും. ഇതേതിനെ കുറിച്ചാ? മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടെന്ന് പറഞ്ഞാൽ അന്നത്തെ ദരിദ്രന്റെ വീട്, തോല് കൊണ്ടുണ്ടാക്കിയ വീട് സമ്പന്നന്റെ വീട്. ലക്ഷം വീടിന്റെ ഉള്ളിലും, കോവൽമാര് 1 ലക്ഷം വീടിന്റെ ഉള്ളിലും, ഒരീച്ചയ്ക്ക് പോലും കടന്നു വരാത്ത ശീതീകരിച്ച റൂമുകളുള്ള കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിലും ഈ ഫിത്ന കടന്നു വരും സഹാബ. ഇന്നലെ മിനിനാണ് ഞാൻ പറയുന്നത് വയനാടാണ്. എളുപ്പമായത് കൊണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് നീലഗിരി വഴി കയറിയിട്ട് വയനാടിന്റെ പ്രദേശത്തേക്ക് പോകുമ്പോ തമിഴ്നാടിന്റെ ബോർഡറെത്തി ഇടതുഭാഗത്തിൽ നിന്ന് എന്റെ ഡ്രൈവർമാരെന്നോട് പറഞ്ഞ സ്ഥാടെ ഒന്ന് നോക്ക്. തമിഴ്നാടിന്റെ ബോർഡർ നോക്കുമ്പോ 2 സൈഡിലേക്ക് ചെരിച്ചിട്ട് ഓരയിട്ട് മേഞ്ഞ മണ്ണിന്റെ പടെ ഇട്ടിക ഉണ്ടാക്കിയ കൊച്ചു വീടുകൾ, ഒരാൾക്ക് പോലും നീണ്ടിനവർക്ക് കിടക്കാൻ കഴിയാത്ത, കുനിച്ചുകൊണ്ടല്ലാതെ കയറാൻ കഴിയാത്ത വീടുകൾ. ഈ കാലഘട്ടത്തിൽ ഇത്രയും ദരിദ്രന്മാരോ? ആ
വീടിന്റെ ഉള്ളിൽ നിസ്കാരത്തിടമ്പുള്ള മുസ്ലിമീങ്ങളെ ഞാൻ കണ്ടു. മനസ്സ് വല്ലാതെ വേദനിച്ചപ്പോ ആ ചെറിയ കുടിലെന്നെ കാണിച്ചപ്പോ എന്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയി. ഞാൻ എന്റെ കൂടെ ഇരുന്ന് എന്റെ ഡ്രൈവർമാരോട് ചോദിച്ചു നോക്കവരിവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ഇതുപോലുള്ളൊരു വീട്ടിലെ 6 വർഷത്തോളം ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ജീവിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ എന്റെ മനസ്സിന്റെ ഇന്നലകളിലേക്ക് പാഞ്ഞുപോയി. കരിമെഴുകിയ തറയില് ഒരു തടപ്പായ വിരിച്ചിട്ട് കിടക്കുന്ന ആളുകൾ എന്റെ ബാല്യകാലമത്ത് കണ്ണെന്ന് നിറഞ്ഞെന്ന് പറഞ്ഞ സൗകര്യത്തിന് ശുക്ർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ് ഞാൻ അവിടെ കണ്ടു. ആ സമയത്ത് മഗ്‌രിബിന്റെ സമയമായി. അതിന്റെ ഉള്ളിൽ TV വെച്ചിട്ട് ആളുകൾ സീരിയൽ കാണുകയാ. എന്റെ സഹോദര, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് പറഞ്ഞത്, പുരക്ഷീതലയിൽ ഫ്രീ ആയിട്ട് ഇവിടുത്തെ TV അധികാരത്തിൽ വന്നപ്പോ, പുരക്ഷീതലയിൽ പിശാചിന്റെ സ്വാധീനത്തെ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോ, അവരുടെ കുടിലിന്റെ ഉള്ളിലും ഇത് സ്ഥാനം പിടിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവസാനകാലമായി കഴിയുമ്പോ ഈ ഫിത്ന നിങ്ങളുടെ കൊച്ചു വീടിന്റെ ഉള്ളിൽ പോലെ സ്ഥാനം പിടിക്കും. നിങ്ങളുടെ സന്ധ്യാസമയത്ത് ഖുർആൻ ഉണ്ടാവില്ല, നിങ്ങളുടെ സന്ധ്യയിൽ ദിക്ർ ഉണ്ടാവില്ല. പാതിരാത്രി 10 മണി കഴിയാലും MTV ഫാഷൻ TV കണ്ട് മക്കളോടൊത്ത് ജീവിക്കുന്ന ഒരു പുരോഗമന സമുദായത്തിന്റെ കാലം വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചു വിടുമ്പോ, MBBS പഠിപ്പിച്ചു വിടുമ്പോ, ഹോസ്റ്റലുകളിൽ കിടന്നിട്ട് പാതിരാത്രിയിലും മദ്യമായി ഉന്മാദ നൃത്തം നടത്തുന്ന പെൺകുട്ടികളുടെ കഥകൾ ഫേസ്ബുക്കിലൂടെ കടന്നു വരുമ്പോ, ആ സമയത്ത് നിങ്ങൾ മറന്നു പോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ പുസ്തകവും തൂക്കിയിട്ട് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടി ഇറങ്ങുമ്പോ നിങ്ങളൊരു ദുആ ചെയ്തിട്ടേ മക്കളെ ഇറങ്ങാവൂ. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പിശാചുക്കൾ നിങ്ങളെ കാത്തിരിക്കുമ്പോ, നിങ്ങളെ വലതായി പുരുഷന്മാര് കാമപ്പേക്കൂത്തോടെ ഇരിക്കുമ്പോ, ഒരു നല്ല കുടുംബം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ. നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിച്ചു കൊടുക്കണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ ഈ ദുആ ചെയ്തിട്ട് ഇറങ്ങാവൂ. ഏതാണ് ആ ദുആ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ദുആ പറയണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫിറ്റാണ് ആ ദുആ. 14 നൂറ്റാണ്ട് മുമ്പ് മുത്തനബി പഠിപ്പിച്ചതാണ്. ഏതാണ് ആ ദുആ? എനിക്ക് ഇങ്ങനെ വാത് കേട്ടിട്ടിരിക്കാൻ രസമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ നാളെ സ്വർഗത്തിലെ കുടുംബത്തിൽ ചാരത്തുണ്ടാവില്ല, ഉറപ്പാണ്. ഇന്നിറങ്ങിപ്പോകുന്ന കുട്ടി കേറി വരുന്നത് ഗർഭിണിയായി. ഒറ്റപ്പാലത്തെ റെയിൽവേ ട്രാക്കില് തീവണ്ടി വന്നിട്ട് മാംസക്കഷണങ്ങളെ ചിതറിത്തെറിച്ച് കോന്നിയ 3 പെൺകുട്ടികൾ. അച്ഛനും അമ്മയും കരഞ്ഞിട്ട് കണ്ണുനീര് തീർന്നിട്ടില്ല. നാട്ടുകാര് പറയുന്ന പെൺകുട്ടികൾ നല്ല പെൺകുട്ടികളാ, ടീച്ചർമാര് പറഞ്ഞ നല്ല പെൺകുട്ടികളാ. പക്ഷേ അവരുടെ കയ്യിൽ അവർക്ക് ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല. പക്ഷേ പിന്നീട് അന്വേഷണത്തിൽ വന്നത് അവർ രഹസ്യമായി ഫേസ്ബുക്ക് ഉണ്ട്. ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പേ സ്കൂളിന്റെ മുമ്പിലുള്ള മാടക്കടയിൽ ഏൽപ്പിച്ചിട്ടാണ് പോവുക. വെളിയിലിറങ്ങുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ഇന്ന് വല്ലാതെ അവധി കിട്ടുമ്പോ ഹർത്താൽ നടക്കുമ്പോ ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് ഏകദിന ടൂർ പോകുന്ന സമ്പന്നന്മാരുടെ കണക്ക് കൂടുകയാണ്. ഇവിടെ നിന്ന് ഊട്ടിക്കൊരു യാത്രയുടെ ഹർത്താൽ ഉണ്ടെങ്കിൽ എന്താ ഊട്ടിക്ക് പോയുള്ള പ്രയോജനം? ഞാൻ പറയണില്ല, അത് പറഞ്ഞാൽ പിന്നെ നാളെ നിങ്ങൾ പോയാലോ. അവസാനിച്ചു ലോകം. ഇനി ഖിയാമത്ത് നാളിന്റെ മറ്റേ തലേനാൾ വരാൻ വലിയ സമയമൊന്നും ഇല്ല. ഊട്ടിക്ക് പോകുന്ന വഴിയിൽ കൂടല്ലൂരെന്ന്, സ്ഥലത്തിന്റെ പേര് ഊട്ടിക്ക് പോണ സമയത്ത് നല്ല ൂരെത്രയുന്നുണ്ട് അറിയില്ല. അപ്പൊ ഏതായാലും ഇവിടെ നിന്നുള്ളവരും പോയിട്ടില്ല. ഞാൻ ചോദിച്ചത് എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ആരെങ്കിലും പോയിട്ടുണ്ട് പെട്ടെന്ന് പറയുള്ളൂ. ഇനി ഞാൻ കഴിഞ്ഞ മാസം അതിന്റെ ഒരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു. മനോരമ വാരികയിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ മാധ്യമ ആഴ്ചപ്പത്തേക്കിലാണ്. കൃത്യമായ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ തെരുവോരത്ത് MIT-മായി കാത്തു നിൽക്കുന്നവരെ ദല്ലാളുമാരുണ്ട്. പഴയ MIT ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ MIT ഇല്ല. ഉണ്ടോ? ചങ്ങനാശ്ശേരി നല്ല മത്സ്യക്കച്ചവടം നടക്കുന്ന സ്ഥലമല്ല. മത്സ്യക്കച്ചവടക്കാരോട് എനിക്ക് വലിയ സ്നേഹം. കാരണം ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൊടുക്കുന്നവരാ. 10 രൂപ 100 രൂപ. കാരണം രാവിലെ
അയല കൊടുക്കുമ്പോഴും അവർ വാരിയിട്ട് കൊടുക്കണം, എണ്ണി കൊടുക്കണവരല്ല. അതുകൊണ്ട് മത്സ്യ കച്ചവടക്കാര് സദക്കന്നായിട്ട് കൊടുക്കും, ബാക്കിയുള്ളവരെ പോലെയല്ല. കാരണം അവര് 1 കിലോ മത്തി മേടിച്ചാലും പിന്നെ 2 കൂടെ അതിന്റെ കൂടെ. അതുകൊണ്ട് ആ ഒരു സ്വഭാവം അവർക്ക് നന്നായിട്ട് അള്ളാഹ് അവരുടെ കച്ചവടത്തിന് ബറക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹ് അവരുടെ കച്ചവടത്തിന് ബറക്കത്ത് കൊടുക്കട്ടെ. പണ്ട് MHG എന്ന് പറഞ്ഞൊരു സാധനം, എന്റെ ഫുൾ ഫോം മേത്തിന് 80 കിലോ മീനൊന്നും വാഹനം ഇപ്പോഴും തമിഴ്നാട്ടിൽ കാണാൻ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോ ആ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ച് അവിടേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന വ്യഭിചാരത്തിന്റെ കച്ചവടം നടക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത് എന്തിനാ? അവിടെ വ്യഭിചാരം നടക്കുന്നത് മദ്രാസിലെയോ ചെന്നൈയിലെയോ തഞ്ചാവൂരിലെയോ ബസ് സ്റ്റാൻഡുകളിലോ മാംസം നിൽക്കുന്ന പച്ചവേഷകളല്ല. കേരളത്തിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കാനും MBA പഠിക്കാനും പോകുന്ന തരുണീമണികളായ പെൺകുട്ടികളെ ഗ്രാമത്തിൽ നിന്ന് മാറി നഗരത്തിൽ പോകുമ്പോൾ നഗരത്തിനെ അടിച്ചു പൊളിക്കു വേണ്ടി സ്വന്തം ശരീരത്തെ പോലും വിൽക്കുന്ന 15 വയസ്സ് കഴിഞ്ഞു പോയ പെൺകുട്ടികളെ പോലും സുലഭമായി കിട്ടുന്ന അവിടേക്ക് കടന്നു ചെല്ലുമ്പോ കഴിഞ്ഞ ദിവസം കോട്ടയത്തുകാരനായ ചെറുപ്പക്കാരൻ കല്യാണം ഉറപ്പിച്ചു വളമാറി. പെൺകുട്ടി ചെന്നൈയിലെ MBA വിദ്യാർത്ഥിനിയാ. കല്യാണം കഴിച്ചാലിന് പോവാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഒടുക്കത്തെ പോക്ക് പോയി. അവിടെ പോയി 25 വയസ്സ് 18 വയസ്സുള്ള പെൺകുട്ടിയെ പറഞ്ഞുറപ്പിച്ചിട്ട് റൂമിൽ പോയപ്പോ കാത്തിരുന്ന അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് പള്ളിയിൽ വെച്ചവൻ വളയിട്ട് കൈമാറ്റം ചെയ്ത പെൺകുട്ടിയാ. പൊന്നുമോനെ, ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നല്ല, പ്രസംഗത്തിന്റെ കൊടുപ്പിന് വേണ്ടി പറയുന്നതല്ല. മീൻ കുട്ട ചുമന്നിട്ടും കരിങ്കല്ല് ചുമന്നിട്ടും വണ്ടി കച്ചവടം ചെയ്തിട്ടും മങ്ങാടിയിൽ 100 കിണ്ടലിന്റെ ചാക്ക് ചുമന്നിട്ടും മക്കളെ വളർത്തിയിട്ട് ആ മക്കൾ നാളെ ജീവിതത്തിന്റെ ദുരന്തമായി മാറാതിരിക്കാൻ, ആ മക്കളെ നിങ്ങൾക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കാതിരിക്കാൻ നിങ്ങളോട് ഞാൻ വെറും ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. നിങ്ങളോട് എത്തിക്കരയേണ്ട ദൗത്യമുള്ളൂ. ഗൾഫിൽ നിന്ന് വന്ന സഹോദരൻ അവിടെ പോയപ്പോ അവന്റെ മുറിയിലേക്ക് വന്നവൻ ഗൾഫിൽ നിന്ന് പൈസ കൊടുത്തിട്ട് MBA പഠിപ്പിച്ചവന്റെ സഹോദരിയാ. ഈ രീതിയിൽ വ്യഭിചാരത്തിന്റെ മാർഗം മാറുമ്പോ നിന്റെ പെൺമക്കളെ വഴിപടപ്പിക്കാൻ ഒരു മിസ്കോൾ വന്നാല് നമ്മുടെ കൺമണികളായ പെൺമക്കൾ നഷ്ടപ്പെട്ടു പോയി. ഒരു ചെറുപ്പക്കാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് വശ്യമായി ചിരിച്ചാൽ നമ്മുടെ പെൺമക്കളെ കൈവിട്ടുപോയി. അന്യ സമുദായക്കാരന്റെ കൂടെ പോയ മോളെ ഒത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് 2 വൃക്ക പോലും തകരാറിലായ ഉമ്മയെ കുറിച്ച് ഓർക്കുമ്പോ സഹോദരങ്ങളെ, ഭാര്യ സാരികത്തായാലും പോരാ, മക്കളെ സാരികീങ്ങളാവണം. അതുകൊണ്ട് പുസ്തകവും തൂക്കിയിട്ട് മക്കൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആ മക്കളോട് ദുആ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാതിൽ പടിയിൽ നിന്ന് ഈ പിശാചുക്കളുടെ ലോകത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ വല്ല ഔ അസില്ല ഔ സല്ല ഔ അദ്രിമ ഔ ദിരമ ഔ അജ്ഹല ഔ യുജ്ഹലു അലയ്യ. ഈ ദുആയ്ക്ക് ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രസക്തിയുണ്ട്. വെറുതെ അത് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തെ ആശിപ്പിക്കലല്ല, അവിടേക്ക് പോകാനുള്ള വഴി കൂടി പറഞ്ഞു തരികയാണ് വിനീതന്. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ഞാൻ വഴിപടച്ചു പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാഹ്, എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ കോളേജിൽ എത്തുന്നത് വരെ, എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ ജോലി സ്ഥലത്തെത്തുന്നത് വരെ എന്നെ വഴിപടപ്പിക്കാൻ പിശാചുക്കളും മനുഷ്യ പിശാചുക്കളെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നെ വഴിപടപ്പിക്കല്ലേ അല്ലാഹ്. ഞാൻ മറ്റുള്ളവരെ വഴിപടപ്പിക്കുന്നതിൽ നിന്നും എന്നെ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്ന് ഡൽഹി എന്ന തലസ്ഥാന നഗരത്തിന്റെ പട്ടാപ്പകരുടെ പെണ്ണിന് മാനത്തോടെ നടക്കാൻ കഴിയാതെ പട്ടാപ്പകരെ പോലും പച്ചപ്പെണ്ണിനെ മരത്തിപ്പടത്തി മാനവങ്ങൾ ചെയ്യുന്ന സ്വന്തം ഉമ്മയോട് ലൈംഗിക വൈകര്യത്തിന് വേണ്ടി കടന്നു പിടിച്ചിട്ട് മൽപിടുത്തം നടത്തുമ്പോ അമ്മയുടെ കഴുത്തിൽ പിടിച്ചിട്ട് ആ അമ്മ മരിച്ചു വീണും മലന്ന് കിടക്കുന്ന മാതാവിന്റെ മാറിടത്തിൽ പോലും ലൈംഗികമായ വൈകൃതം കാട്ടിയ 14 വയസ്സുകാരന്റെ ലോകത്ത് നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. പടച്ചവനെ, ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, എന്റെ ചാരിത്രം നഷ്ടപ്പെടുന്നതിൽ നിന്ന്, ആളുകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്.
വിവരമില്ലാതെ അറിവില്ലാതെ ഞാനൊരു കെണിയിൽ പോയി വീടുന്നതിൽ നിന്ന് കാക്കണയല്ല, എന്നെ കാക്കണയല്ല. അറിവില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ പുഞ്ചിരിയുമയങ്ങി, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ വലയിൽ വീണ് ഞാൻ പോകുന്നതിൽ നിന്ന് കാക്കണയല്ലോ എന്ന് നിന്റെ മക്കളെ ദുആ ചെയ്യിപ്പിച്ചിട്ട് വേണം നീ ഇറക്കി വിടാനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചൊല്ലണോ വേണ്ടോ? ഇപ്പോ നിങ്ങളൊന്ന് പറയുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉമിലമ ഔ യജ്ഹല ഔ അജ്ഹല ഔ യുജ്ഹലു അലയ്യ. ഈ ദുആ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ട് ഇറക്കി വിടാവൂ. ഇനി മുതൽ ചെയ്യൂലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പിഴച്ചു ഉറപ്പാം. അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാ? നമ്മുടെ ചിന്ത മുല്യാരിക്ക് പറയാനാണ് അല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞതെന്ന്, മോനെ അബ്ദുല്ലാഹ് ഇബ്നു സൈദ്, എപ്പോഴും നിനക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം. 16 വയസ്സിലല്ല 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സൈദ്, എപ്പോഴും നീ ആ ദിക്ർ ചൊല്ലണേ. എന്നിട്ട് വാപ്പ പഠിപ്പിച്ചു തന്ന ദിക്ർ ഏതെന്നറിയോ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. പറയല്ലേ, മുസ്ലിം ആവൂല. എന്റെ പൊന്നുമോനെ, എന്താണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. പൊന്നുമോനെ അബ്ദുല്ലാഹ് ഇബ്നു സൈദ്, നമ്മളെ കതിരിലാണ് വളം വെച്ചത്, ചുവട്ടിലായിരുന്നു വളമിടേണ്ടത് അല്ലേ? മക്കളെ നന്നാക്കണം. ഇപ്പൊ പോയി ദുആ പഠിപ്പിച്ചാ പോരാ. നമ്മൾ വളം വെച്ചത് കതിരിലാണ്. യഥാർത്ഥത്തിൽ ഈ ചെടി വളരുമ്പോ ചുവട്ടിലല്ലേ ഇടേണ്ടത്. 6 വയസ്സുള്ളപ്പോഴേ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. 18 വയസ്സായി മോൻ രാത്രിയിൽ ഇരുന്നപ്പോ ഉമ്മാക്കൊരു ശബ്ദം, എന്താണെന്നറിയാവോ? വെള്ളത്തിൽ വന്നിട്ട് പരമി വീഴും പോലെ ഒരു ശബ്ദം കേട്ടു. പടച്ചോനെ, പാത്രത്തിൽ പരമി വീണല്ലോ നോത്തപ്പോഴാണ് മോന്റെ മൊബൈലിൽ വാട്സപ്പിന്റെ മെസ്സേജ് വന്ന ശബ്ദം എന്ന് മനസ്സിലായത്. അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ചിരിച്ചോണ്ടിരിക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ കണ്ടത്. ഇവൻ വടിപടച്ചല്ല അല്ലാഹുവേ എന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച 110 രൂപ പള്ളിയിലെ ഖത്തീബിന്റെ കയ്യിൽ ഏൽപ്പിച്ച മോളെ ഒറ്റ ദിവസം കൊണ്ട് നന്നായി കിട്ടൂല. കതിരിന് നമ്മൾ വളം വെച്ചു, തെച്ചിപ്പോയി. ചുവട്ടിലാണ് വളമിടേണ്ടത്. 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നു. മഹാനവറുകൾ പറയുകയാണ്, 2 വർഷം ഞാൻ ആ ദിക്റല്ലേ. അല്ലാഹു ഹാദിരി, പൊന്നുമോനെ അല്ലാഹു നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു നാദിരി, മോനെ നീ ചെയ്യുന്നതൊക്കെ റബ്ബ് നോക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, മോനെ നീ ചെയ്യുന്നതിനൊക്കെ അല്ലാഹു സാക്ഷിയാണ് കുഞ്ഞേ. അല്ലാഹു മഈ, പൊന്നുമോനെ കൽബിന്റെ കഷണമേ, റബ്ബ് നമ്മുടെ കൂടെയുണ്ട് മോനെ. എന്നാൽ 6 വയസ്സിൽ എന്റെ ഉപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. 2 വർഷം ഞാൻ ആ ദിക്ർ നിർത്താതെ തല്ലിയപ്പോ എന്റെ ഹൃദയത്തിൽ അല്ലാഹു എനിക്ക് പ്രകാശം തന്നു. 8 വയസ്സായപ്പോ എന്റെ മോന്റെ ഹൃദയത്തിന് അല്ലാഹു പ്രകാശം കൊടുത്തു. പൊന്നുമോനെ, ഇദാ വഹറ ഫീ ഖുലൂബികുമുൽ ഫിത്ന, ഈ ദിക്ർ പരിശീലിപ്പിച്ചിട്ട് പ്രകാശിക്കട്ടെ ഹൃദയത്തിൽ ഈ ഫിത്ന പതിയുകയില്ല. ആ മക്കൾ ഏറ്റവും നല്ല മക്കളായി മാറുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അവസാനത്തിലേക്ക് കടന്നു പോവുകയാണ്. വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാദിഹിം വദുർരിയാതിഹിം, വാപ്പനാവണം, സാലിഹാവണം, ഭാര്യ സാലിഹത്താവണം, ഭർത്താവ് സാലിഹാകണം. വദുർരിയാതിഹിം, നമ്മുടെ മക്കളും സാലിഹീങ്ങളാവണം, ഭാര്യ സാലിഹത്താവണം. നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ ഒറ്റ ഹദീസ് കൂടി പറഞ്ഞുതരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും നന്നാ വേണ്ടത് ഭാര്യയാണ്. അൽ-ഉമ്മു അഹബ്ബു ലിതർബിയത്തിൽ ഔലാദ്, മക്കളെ തർബിയത്ത് ചെയ്യാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉമ്മയ്ക്കാണ്, പെണ്ണിനാണ്.
നീ ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഫോണിൽ പ്രോഗ്രാമിൽ വെക്കിയിട്ട് എനിക്ക് പാട്ട് വെച്ചെന്നൊന്ന് പറയാനല്ല നിന്റെ ജോലി. എല്ലാവർക്കും അതിനകത്താണ് ഫോണിൽ പ്രോഗ്രാം നടക്കുക. അത് ആരാണ്? ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കണത്. എനിക്ക് ആ പുതിയ സിനിമയിലെ പാട്ടൊന്ന് വെച്ച് തരണം. ഏത് പാട്ടാണ്? ഇന്ന പാട്ട്. ആർക്കാണ്? എന്റെ പെണ്ണുപിള്ളക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ എന്താ കിതയ്ക്കുന്നത്? കിതയ്ക്കാതെ സമാധാനത്തിൽ പറയും. സമാധാനത്തിൽ പറയാൻ സമയമില്ല. പള്ളിയിൽ കൗണ്ട് കൊടുക്കാറ ഞാൻ നിസ്കരിക്കുമ്പോ. നിസ്കാരത്തിലുള്ള ഓട്ടത്തിന്റെ ഇടയിലും നമുക്കിത് നന്നായിട്ടുണ്ട്. എല്ലാവരും ഇരിക്കാൻ ഇൻഷാ അല്ലാഹ് അവസാന ദുആ ചെയ്ത് പിരിയാം. സമയം കൂടിയെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്താം. ഇനി 1 മണിക്കൂറുണ്ട്. ആനയുടെ പിണ്ടം കണ്ടിട്ടുണ്ട്. ആന പിണ്ടം കണ്ടിട്ടുണ്ടോ? കാണുമ്പോ ആളുകൾ വാ വിളിച്ചിട്ട് പറയും, പടച്ചിട്ട് എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട് ആനയ്ക്കല്ലോ അറിയാം. ആന തിന്നവർ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ ആന ഇത് ഇടാൻ പെടുന്ന പാട് നിങ്ങളൊക്കെ പടപെടാന്ന് പറയുന്നുണ്ട്. പറയണ്ടേ നമുക്ക്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, പെണ്ണാണ് നന്നാവേണ്ട രാജ്യം. ആണ് നന്നാവണോ? ആകണം. പക്ഷേ നീ നന്നാകുമ്പോൾ ആണ് നന്നാവും. പെണ്ണിനാണിനെ നന്നാക്കാൻ പെട്ടെന്ന് വെച്ചു. ആണിന് പെണ്ണിനെ നന്നാക്കാൻ വലിയ പാടാണ്. പെണ്ണിന് ആണിനെ നന്നാക്കാൻ പെട്ടെന്ന് വെച്ചു. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇയ്യാകും വഹളറാത്ത് ദമി, നിങ്ങളെയും ഹളറാത്ത് ദമിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ കല്യാണം കഴിക്കാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കാൻ നോക്കട്ടെ. കല്യാണം കഴിക്കും കൈവക്കോക്കളെ ഇവിടെ വെച്ച് തന്നെ ആയാലോ. ഒക്കെ കല്യാണം കഴിക്കാത്തവരെന്ന് കൈവക്കി. നിങ്ങളെ ശ്രദ്ധിച്ച് ഈ ഹദീസ് കേൾക്കണം. ഇനി മക്കൾക്ക് മീശയും താടിയൊക്കെ വന്നപ്പോ കെട്ടിക്കാൻ വേണ്ടി പുതിയ പെണ്ണിനെ അന്വേഷിച്ചടക്കണ മാതാപിതാക്കൾ കൂടെ കേട്ടോളി. പെണ്ണിന് 200 പവന്റെ സ്വർണം വേണം. അപ്പൊ അതൊക്കെ മാറി. നമ്മുടെ പണ്ടത്തെ ജുവലറിയിലൊക്കെ ഒരു പഴയ ത്രാസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ത്രാസ്. ആ ത്രാസിലെ കട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട്? തൂക്കണ സ്ഥാനത്ത് കട്ടിയില്ലേ? ആചാര്യ സ്പെഷ്യലിസ്റ്റാണ്. സ്വപ്നാലി വല്ല നമ്മുടെ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സിറാജ്. ആ സ്വപ്നം പറഞ്ഞൊരു ഓർമ്മയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കും. എന്റെ വളരെ അടുത്ത അതിനല്ലേ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഞാൻ അയത്തിന് സത്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്നെ ഏറെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്ത വലിയ മനുഷ്യനാണ്. ഞാൻ എന്റെ കൽവിൽ ഇപ്പോഴും സ്നേഹിക്കുന്ന. പിന്നീട് ഞങ്ങളവരെ കാണാൻ പറ്റില്ല, എന്റെ തിരക്കുമായി. ഞാൻ അദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ചെടുക്കുന്നതാണ് പെട്ടെന്ന്. എന്റെ വളരെ അടുത്ത, ഞാൻ ഹൃദയം കൊണ്ട് വളരെയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിന്റെ വിവരം അറിയാൻ പറ്റില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കലോ, ആവശ്യത്തിന് ചീത്തപ്പേരുണ്ട്. ഇനി പണ്ടാത്തവരുടെ വേണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അന്നത്തെ കട്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ബട്ടൺസിന്റെ അത്രയും വരെയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു കെട്ടി. അതിട്ടിട്ടാണ് ഇങ്ങനെ നോക്കുക. ഇപ്പൊ ജുവലറിയിലെ ത്രാസൊക്കെ മാറ്റി മലഞ്ചരക്കടയിൽ ഒട്ടുമാല് തൂക്കണ ത്രാസാണ് ഇപ്പൊ. കാരണം സ്ത്രീധനം 2 കിലോ 3 കിലോ 4 കിലോ ഒക്കെയാണ്. പണ്ടൊക്കെ 10 ഗ്രാം 10 പവൻ. അതിനപ്പുറത്തേക്ക് എന്താ സ്ത്രീധനം ഉള്ളത്? ഇന്ന് മലഞ്ചരക്കടയിൽ ഒട്ടുമാല് തൂക്കണ ത്രാസ് വെച്ചിട്ടാണ് സ്വർണം തൂക്കുക. കാരണം ഓരോരുത്തരും അന്വേഷിക്കുന്നത് പെണ്ണിനെത്ര മുതലുണ്ട്, പെണ്ണിനെത്ര സ്വർണ്ണമുണ്ട്. പൊള്ളാച്ചി ചന്തയിൽ പോത്തിന് വില പറയുന്ന മാതിരി പെണ്ണിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചോണേ. കല്യാണം കഴിപ്പിക്കുന്ന മരുമക്കളെ കാത്തിരിക്കുന്നവരോടും കല്യാണം കഴിക്കാൻ പോകുന്നവരോടും സ്വർഗത്തിലെ കുടുംബമായി നിങ്ങൾക്ക് ജീവിക്കണോ? ഹബീബായ മുത്ത് പറഞ്ഞു, ഇയ്യാകും വഹളറാഅദ് ദമി, നിങ്ങൾ ഹളറാഅദ് ദമിനെ സൂക്ഷിച്ചു കൊള്ളണേ. എന്താ ഹളറാഅദ് ദം? എന്താ ഹളറാഅദ് ദം? ഹബീബായ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ മാ ഹളറാഅദ് ദമി യാ റസൂലല്ലാഹ്, ഹളറാഅദ് ദം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഇംറഅത്തുൻ ഹസനാ,
അവള് നല്ല സൗന്ദര്യമുള്ള പെണ്ണ. അവറാവുധമെന്ന് പറഞ്ഞാൽ അതീവ സൗന്ദര്യമുള്ള, ശരീരത്തിന് തൊലിവെടുപ്പുള്ള, ആരെ കണ്ടാലും മനം മയക്കുന്ന മാദക സൗന്ദര്യത്തിന്റെ ഉടമസ്ഥയുള്ള പെണ്ണ. പക്ഷേ അവള് അതീവ സൗന്ദര്യമതിയാ. സൗന്ദര്യം മാത്രം നോക്കിയിട്ട് പെണ്ണ് കെട്ടാനിരിക്കുന്നവരെ, ആ പെണ്ണിന് നല്ല മൊഞ്ചുണ്ട്. പക്ഷേ മോശമായ അവസ്ഥയിൽ ജനിച്ചു വളർന്ന, മോശമായ സാഹചര്യത്തിൽ വളർന്നു വന്ന, തലമുറക്കാതെ വളർന്നു വന്ന, ഔറത്ത് മറക്കാതെ വളർന്നു വന്ന, ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരത്തിൽ നടന്നു വന്ന, സുബഹി നിസ്കരിക്കാത്ത, ബാങ്ക് വിളിച്ചാലും പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്ത ആൺകുട്ടികൾ, ബാങ്ക് വിളിച്ചാലും നിസ്കരിക്കാതെ പാതിരാ സമയത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുടെ പുറമൂടിലൂടെ നടക്കുന്ന ആധുനികതയുടെ പെൺകുട്ടികളാ. ആ പെണ്ണുങ്ങൾ നിങ്ങളെ വിവാഹം ചെയ്യരുത്. അങ്ങനെ വിവാഹം ചെയ്ത് അവര് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാര്യയായി വന്നാൽ, അങ്ങനെ ഒരു സൗന്ദര്യം മാത്രമുള്ള ദീനില്ലാത്തൊരു പെണ്ണ് നിന്റെ വീട്ടിലേക്ക് വന്നാൽ, അതോടെ നിന്റെ കുടുംബത്തിന്റെ വെളിച്ചം കെട്ടുപോകും. അവർ നിന്റെ ജീവിതത്തിന്റെ വെളിച്ചം കെടുത്തി കളയും. അതുകൊണ്ട് സൗന്ദര്യം മാത്രം ആഗ്രഹിച്ചിട്ട് ഹദറാത്തമായ പെണ്ണുങ്ങളെ വിവാഹം ചെയ്യരുത്. ആ കുടുംബത്തെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ കുടിലിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്ന മോളെ, പാലിൽ വെള്ളം ചേർക്കുമോളെ. മോള് പറഞ്ഞു, ഇല്ല ഉമ്മ, പാലിൽ വെള്ളം ചേർക്കില്ല. മോളെ, ഉമർ കാണില്ല മോളെ, ഉമർ ഉറക്കത്തിലല്ല മോള്. പാതിരാ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ ഉമ്മർ ഉറങ്ങിയാലും ഇതാ കാന ഉമറു നായിമൻ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ ഉറപ്പുറങ്ങില്ലല്ലോ ഉമ്മ എന്നൊരു പെണ്ണ് മറുപടി പറഞ്ഞത് കേട്ടു. ദേശപ്രസന്നനായി നടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിന് അടയാളം വെച്ചിട്ട് തീർന്നിട്ടില്ല. ഈ ചരിത്രം നിങ്ങളെ കേട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖലീഫയായ നാട് ഭരിക്കുന്ന ഉമർ ആ കുടിലെത്തിയിട്ട് വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്ന ഉമ്മ പെട്ടി തിരിച്ചുകൊണ്ട് ഉമറിനെ കണ്ടപ്പോ വാതിൽ പുറത്തു അതികായനായ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. പേടിച്ചു വിറച്ചു പോയി. ആരാ നിൽക്കുന്നതാരാ? കിസ്റാ ഭരിക്കും കൈസറും നേട്ടുന്നതാ. മിസ്റ് മുഖൗഖിസ് കേട്ടുടന് വിറയ്ക്കുന്നതാ. കിടുകിടാവിറപ്പിക്കുന്ന കിസ്റയെ കിടുകിടാവിറപ്പിച്ച അതികായനുമായ ധനാവിദഗ്ധനുമായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട പെൺകുട്ടി ഓടി വന്ന് ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ, നീ ഉമറിന്റെ കൂടെ വരുന്നു മോളെ? പാലിൽ വെള്ളം ചേർത്തതിന്റെ പേര്, വിസമ്മതിച്ചതിന്റെ പേര്, ഉമ്മയുടെ കൊണ്ടുപോകാനാന്ന് പേര്. ആ പെണ്ണ് ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, മോളെ, നീ ഉമറിന്റെ വീട്ടിലേക്ക് വരുന്നോ? തന്റെ മകനായ നാഫി റളിയല്ലാഹു തആല അൻഹുവിന് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്ത് ചെറ്റക്കുടലില് പടച്ചറപ്പിനെ പേടിച്ചിട്ട് പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാട് പടച്ചറപ്പിനെ പേടിച്ച് പെണ്ണിനെ തന്നെ മരുമകളായി വീട്ടിലേക്ക് വിളിച്ചു വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല ചിന്തിച്ചതെന്താ? തന്റെ മകനായ നാഫി 10 വർഷക്കാലം ഈ പെണ്ണിന്റെ കിടപ്പറയിൽ വന്നില്ലെങ്കിലും പാതിരാത്രി അല്ലാഹുവിനെ പേടിച്ചിട്ട് പാലിൽ വെള്ളം ചേർക്കാൻ വിസമ്മതിച്ച പെണ്ണ് 10 വർഷമായി തന്റെ ഭർത്താവ് അകന്നു നിന്നാലും തന്റെ ഭർത്താവിന്റെ അമാനത്തായ കിടപ്പറയിൽ പരപുരുഷന് സാന്നിധ്യം കൊടുക്കില്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാ. അതുകൊണ്ടാണ് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണിനെ മരുമകളായി സ്വീകരിച്ചതെങ്കിൽ എന്റെ സഹോദര സഹോദരി, അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ മക്കളെ പ്രസവിച്ചു തരുന്ന, നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ മക്കളെ വളർത്തി തരുന്ന ഭാര്യ. നിങ്ങൾക്ക് നീമല്ലോ ഭാരം പോലെ പരന്ന് കിടക്കുന്ന ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിലെ കൈപ്പിടിയിൽ കിടന്ന് പിഞ്ഞു പെയ്തൊരു പൊട്ടിക്കരയുമ്പോ ഒരു വിദൂരമായ മനുഷ്യവാസത്തിന്റെ വിദൂരമായ സാധ്യത പോലുമില്ലാത്ത ജനകളികളുടെ സാന്നിധ്യം നിർവചിക്കാൻ കഴിയാത്ത മരുഭൂമിയിൽ പ്രിയപ്പെട്ട ഭർത്താവ് മരുഭൂമിയിലൂടെ മറുഭാഗത്തേക്ക് മാഞ്ഞു പോകുമ്പോ കടത്തുവെള്ളം തുഴഞ്ഞു പോകുന്ന വഞ്ചക്കാരെ കടത്തുവെള്ളം തുഴഞ്ഞു മറുകരയിലേക്ക് മാഞ്ഞു പോകുന്നത് വരെ നോക്കി നിൽക്കുന്ന യാത്രക്കാരുടെ പോലെ തന്റെ ഭർത്താവ് കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുമ്പോ പിഞ്ചു പൈതൽ കയ്യിൽ പിടിച്ചിട്ട് ദാഹജലത്തിന് വേണ്ടി കൈകാലിട്ടടിക്കുമ്പോ പ്രിയപ്പെട്ട പൈതലിന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോയടാ. ഈ ചരിത്രത്തിന്റെ ഗുണപാഠത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാ പെരുന്നാളിനെ കേൾക്കാറുണ്ട്.
അവസാനം തന്റെ ഉപ്പായെ കണ്ടപ്പോ മാറി നിന്നില്ല. ഓടി വന്നിട്ട് ഉപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് കവളത്തോട്ട് ചേർന്ന് നിൽക്കുമ്പോ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായ ആട് ജീവിതം എഴുതിയ പ്രവാസികളുടെ ജീവിതം എഴുതിയ കഥയിലൊരു കഥ പറയുന്നുണ്ട്. ഭർത്താവ് ഗൾഫിലേക്ക് പോയി 10 വർഷമായിട്ട് വരാൻ കഴിഞ്ഞില്ല. ഷുഗർ പിടിച്ച് ഡയബറ്റീസ് പിടിച്ചു ഭർത്താവ് മെലിഞ്ഞ് എല്ലും തോലുമായി. 10 വർഷം കഴിഞ്ഞിട്ട് ആരോ പൈസ കൊടുത്ത് കയറ്റിയടിച്ച് വീട്ടിൽ വന്നപ്പോ എനിക്കാ പാകത്തിൽ നിന്ന മകനെന്ന് 10 വയസ്സുകാരൻ മുറ്റത്ത് കളിക്കുന്നുണ്ട്. പട്ടിണി കോലം പോലെ വാപ്പു വന്ന് നിന്നപ്പോ ഓടി വീട്ടിലേക്ക് പോയിട്ട് മകൻ പറഞ്ഞു, ഉമ്മ ഒരു യാചകൻ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോ ആരോഗ്യനായി ഗൾഫിൽ പോയി താടിനെ മേച്ച് വീഴിച്ച് ക്ഷീണിച്ചു വന്ന പിതാവാണ്. മകനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഇത് യാചകനല്ല, അതിന്റെ ഉപ്പയാന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വികാര തീവ്രമായ രംഗൻ നോവലിസ്റ്റ് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ആ മോൻ നല്ല നിഷ്കളങ്കത്തോടെ എന്നെന്തോരുമായി നിൽക്കുന്ന വാപ്പയെ നോക്കിയിട്ട് അന്ന് വീടിന്റെ ചുവരില് വാപ്പ ഗൾഫിന് പോയപ്പോ എടുത്ത സമയത്തെടുത്ത ചുവന്ന തൊടുതൊടുത്തുള്ള നല്ല സുന്ദരമായ മുഖമുള്ള വാപ്പയുടെ ഫോട്ടോ ചുവരിൽ നിൽക്കുന്നുണ്ട്. ആ മകൻ അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന വാപ്പായ മതി, എനിക്ക് ഈ മുറ്റത്തിരിക്കുന്ന മെലിഞ്ഞിണങ്ങിയ വാപ്പാന വേണ്ട എന്ന് മകൻ പറയുന്ന വികാര തീവ്രമായ രംഗൻ നോവലിസ്റ്റ് എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ യഥാർത്ഥ ജീവിതത്തിന്റെ കഥ ഇങ്ങനെയാണ്. ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോ, ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോ, ഭാര്യ മക്കൾക്ക് പോലും വേണ്ടാത്തവനായി ഉമ്മറത്ത് നെടുവീർപ്പിട്ട് ചാരികസേരയിലെ ചാടിയിരുന്ന മാനത്തേക്ക് നോക്കി മാനം പോകാതെ മാനം സംരക്ഷിച്ചിട്ട് സർവ്വദുഃഖവും ഉള്ളിൽ നോക്കി നിൽക്കുമ്പോ 9 വർഷം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി വരുമ്പോ അവിടെ കിടന്നുറങ്ങി ഇബ്രാഹിം നബി രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹാദറാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട് നമ്മുടെ മകനെ ബലിയെടുക്കാൻ. എടി പെണ്ണെ ഒന്ന് ചിന്തിച്ചു നോക്കെന്റെ പൊന്നു സഹോദരിമാരെ, 9 വർഷം കഴിഞ്ഞ് വളർത്തി വലുതാക്കിയിട്ട് വന്നിട്ട് രാത്രി എഴുന്നേറ്റിട്ട് സ്വപ്നം കണ്ടു നമ്മുടെ മകനെ കരുത്തിറക്കണമെന്ന് പറഞ്ഞപ്പോ ആദരാബീവി പൊട്ടിത്തെറിച്ചില്ല, പരിഭവം പറഞ്ഞില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിലും കൊണ്ടുപോക്കോ. കൈവെള്ളയില് പിഞ്ചുമോനായി കിട്ടി 9 വർഷം വളർത്തിയ മോനെ ഉപ്പാന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് അറുക്കാനുള്ള മൂർച്ചയുള്ള കത്തിയും വലത് കയ്യിൽ പിടിച്ച് ഇടത്തെ കയ്യിൽ തന്റെ പൊന്നുമോനെയും പിടിച്ചുകൊണ്ട് പാറക്കെട്ടിലേക്ക് ഭർത്താവ് പോകുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ കാഴ്ച കണ്ട് നെടുവീർപ്പിട്ടിട്ട് തിരിച്ചു വിളിച്ചില്ല, നിലവിളിച്ചില്ല. പാറക്കല്ലിൽ കൊണ്ടുപോയി മരത്തിൽ കിടത്തിയിട്ട് കത്തിയെടുത്തിട്ട് മോന്റെ കരുത്തിലേക്ക് വെക്കുമ്പോ ആ മോനോ ഇതാണ് ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഒരു ഭാര്യ, ഒരു വാപ്പ, ഒരു മകന്. അവസാനം അതിന്റെ ഒരു പരിപൂർണ കഥ ഞാൻ പറഞ്ഞു തരികയാ. മരന്ന് കിടന്നിട്ട് വാപ്പ മൂർച്ചയുള്ള പിച്ചാട്ട് തന്റെ കരുത്തിലേക്ക് വെക്കുമ്പോ വാപ്പ അറുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് മോനെ, എന്നെ ഇങ്ങനെ നിങ്ങളുടെ മുഖത്തിന് നേരെ മരത്തിയിട്ടിട്ട് നിങ്ങൾ എന്റെ കരുത്തിറക്കരുത് വാപ്പ. എന്താ ഇസ്മായിലേ, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ മൂർച്ചയുള്ള കത്തി എന്റെ കരുത്തിൽ വെക്കുമ്പോ ആ വേദന കണ്ടെന്റെ കണ്ണിലൂടെ കണ്ണുനീരൊടുക്കുമ്പോ അത് കണ്ടു നിൽക്കാൻ എന്റെ ഉപ്പയ്ക്ക് കഴിയില്ല ഉപ്പാ. എന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കമഴ്ത്തിയിട്ടിട്ട് എടുക്കണം. രണ്ടാമത് എന്റെ കയ്യും കാലും നല്ല കാട്ടുവള്ളി കൊണ്ട് നന്നായിട്ട് ബന്ധിക്കണം. എന്താ ഇസ്മായിലേ, കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് മാംസം മുറിഞ്ഞ് ഞരമ്പുകൾ മുറിയുമ്പോ വേദന കൊണ്ട് പാട മകനിങ്ങനെ കയ്യും കാലും തെളിച്ച് ഈ പാറക്കെട്ടിൽ പെടയുമ്പോ എന്റെ കയ്യും കാലും വിട്ടടിക്കുന്നത് കണ്ടാൽ എന്റെ വാപ്പാടെ ഹൃദയം പതറിപ്പോകും വാപ്പാ. അപ്പോ പിന്നെ അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾക്ക് ബുദ്ധീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ കൽപ്പന ബുദ്ധീകരിച്ചില്ലെങ്കിൽ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിൽ പോവാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ കയ്യും കാലും നന്നായിട്ട് കെട്ടിമുറിക്കണേ. മൂന്നാമത് പറഞ്ഞു, ഉപ്പാ അങ്ങനെ എന്റെ കരുത്തറത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത് ഉപ്പാ. എന്റെ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ ഉമ്മാക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ,
ഒരു വേള നിങ്ങളെ ചിന്തിച്ചു നോക്ക്. 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കുമ്പോൾ ഉപ്പാന്ന് വിളിച്ച പൊന്നുമോനെ ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? ആ 9 വർഷക്കാലം മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദുരിതത്തിന്റെ ജീവിതം നയിക്കുമ്പോ ഓരോ പ്രാവശ്യവും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ ഇസ്മായിലേ, എന്റെ വാപ്പ ഫലസ്തീനിലേക്ക് പോയത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ കട്ടപ്പാടിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഇസ്മായിൽ നബിയെ പഠിപ്പിച്ചു കൊടുത്ത ഹാജറ ബീവിയാ അതേപോലെ മോനെ സമ്മാനിച്ചതെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളില്ലാത്ത സമയത്ത് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോകുമ്പോ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മുടെ പൊന്നുമക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോ ആ സമയത്ത് ആദ്യത്തെ പിടിയെടുത്ത് വാരി കൊടുക്കുമ്പോ പൊന്നുമക്കളെ, നിങ്ങളുടെ വാപ്പ ചങ്ങനാശ്ശേരി ചന്തയിലെ കിണ്ടൽ ചാക്ക് ചുമന്നിട്ട് കൊണ്ടുവരുന്ന വേർപ്പിന്റെ പണമാണിത്. നിങ്ങളുടെ വാപ്പ ലാഭമില്ലാതെ ചങ്ങനാശ്ശേരിയിൽ 3 ചക്രത്തിന്റെ മകളുടെ ജീവിതത്തിന്റെ ഭാരം കേട്ട് വാപ്പ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന പൈസയാണ് മക്കളെ. നിങ്ങളുടെ വാപ്പ മത്സ്യക്കച്ചവടം നടത്തി ഈ പൊരുവെയിലത്ത് ചങ്ങനാശ്ശേരിയിലൂടെ നടന്നു പോയിട്ട് കിട്ടിയ പൈസയാണിത് മക്കളെ. നിങ്ങളുടെ വാപ്പ ഗൾഫിൽ കിടന്നിട്ട് പൊരുവെയിലത്ത് 2 നേരം ഭക്ഷണം കഴിച്ചിട്ടാണ് നമുക്ക് 3 നേരം ഭക്ഷണം തരുന്നതെന്ന്. വാപ്പയില്ലാത്ത സമയത്ത്, നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തിട്ട് വളർത്തുന്നൊരു ഭാര്യക്കല്ലാട് അങ്ങനെ ഒരു ഭാര്യ അല്ലാഹു നമുക്ക് നൽകിയാൽ വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, നാളെ സ്വർഗ്ഗത്തിന്റെ വാതിലിലൂടെ നമുക്ക് സലാം പറയുന്ന കുടുംബ ജീവിതം അല്ലാഹു സ്വർഗ്ഗത്തിൽ തരുമെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ അങ്ങനെ ആക്കണേ അല്ലാഹ്, നീ അങ്ങനെ ആക്കണേ അല്ലാഹ്, നീ അങ്ങനെ ആക്കണേ അല്ലാഹ്. ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഭാര്യയും ഭർത്താവും പരലോകത്ത് കണ്ടുമുട്ടുന്ന സംഭവം ഖുർആൻ പറയുന്നുണ്ട്, ഓടുന്ന സമയം ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ 2ാം ഭാഗമായിട്ട് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സദസ്സിനെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നാളെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും എഴുതേക്ക് നമ്മുടെ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഇത്രയും നേരം ഇരുന്ന് സഹകരിച്ചവർ അവസാനം നടക്കുന്ന ഈ ദുആയുടെ പരിസമാപ്തിയിൽ എത്രയോ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാൻ. ഏത് സമയത്ത് വന്ന് മരണം നമ്മളെ മാടി വിളിച്ചാലും, മരണം നമ്മളെ മാടി വിളിച്ചാലും, മരണം നമ്മളെ മാടി വിളിച്ചാലും, എന്തേടി പെണ്ണെ 2.5 മണിക്കൂർ നിന്റെ വീട്ടിലിരിക്കുന്ന ജീവിയിൽ നിന്നെ പൊട്ടിച്ചിരിപ്പിച്ചതിന്റെ കൽപ്പന എന്തേ? ഹൈദരാബാദിലെ 5 നക്ഷത്ര ഹോട്ടലിന്റെ ശീതീകരിച്ച റൂമിൽ നാളെ അഭിനയിക്കുന്ന സിനിമയുടെ തിരക്കഥയും വായിച്ചിട്ട് കിടന്നുറങ്ങിയ പെണ്ണ് രാവിലെ വിളിച്ചെടുക്കുമ്പോൾ അഴുതേക്കാടം മരവിച്ച് കിടക്കുമ്പോ 6 അടി മണ്ണിലേക്ക് പോയ ആ പെണ്ണിന്റെ കവിളും കണ്ണുകളും ഇന്ന് പുഴുക്കളുടെ മാംസമായി മാറി, പുഴുക്കളുടെ ആഹാരമായി മാറി. ഞാൻ നിങ്ങളും കബീർ ബാക്കവീന്ന് നിങ്ങൾ പറയുന്ന, സിറാജുദ്ദീൻ കാസിമീന്ന് നിങ്ങൾ പറയുന്ന, 25 വർഷം പ്രസിഡന്റായി എന്ന് പറയുന്ന ഏത് മേൽവിലാസവും മണ്ണിലേക്ക് പോയാൽ പ്രയോജനം ചെയ്യില്ല. എത്ര വലിയ പ്രാസംഗികൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാള് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം തന്നെ നാവിൽ നിന്ന് വരുമെന്നാണ്. 18 വർഷമായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്. എത്ര മണിക്കൂറുകൾ കൊണ്ട്? ആദ്യകാലത്തൊക്കെ 7 മണിക്കൂർ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ ഭൂമിയൊക്കെ തീർന്നു, 2 തന്നെ ഇപ്പൊ ചുരുക്കമാണ് പ്രസംഗിക്കുക. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് അക്ഷരം പറഞ്ഞവന്റെ നാവിൽ നിന്ന് മരിക്കുന്ന നേരത്ത് 24 അക്ഷരം മുറിയാൻ കഴിയുന്നില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു 24 അക്ഷരം തികച്ചു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്കവിയും കണക്കാണ്, പ്രസിഡന്റും കണക്കാണ്, കാസിമിയും കണക്കാണ്, ഹാഫിളും കണക്കാണ്. ഒരേപോലെ കിടക്കുന്ന 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. പൊന്നുമോളെ, നിന്റെ ഈ മാംസം പച്ചപ്പുഴുവിനെ തിന്നാനുള്ളതാണ്. നാളെ പരലോകത്തിലേക്ക് മാറി നിൽക്കുക.
ആറടി മണ്ണിലേക്ക് നമുക്ക് പ്രയോജനം ചെയ്യുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ അടുത്ത സമയത്ത് കോഴിക്കോട് ഒരു പ്രസംഗത്തിന് സിൽവർ ജൂബിലിക്ക് പോയപ്പോ അവിടുത്തെ കുട്ടികൾ എന്റെ ഒരു അഭിമുഖം നടത്തി. സുബനീറിന് വേണ്ടി 4 പേരുടെ അഭിമുഖമാണ് പ്രഭാഷണ രംഗത്തുന്നവർ തെരഞ്ഞെടുത്തത്. ഒന്ന് റഹ്മത്തുള്ള കാസിമി, ഒന്ന് സിംസാർ ലഖുദവി, മറ്റൊന്ന് അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂർ. 4ാമത് പ്രഭാഷണ കലയിൽ നിന്ന് എന്നെയാണ് സംസാരിച്ചത്. ഓരോ കാര്യം പറഞ്ഞിട്ട് അവർ ഓരോ ചോദ്യം ചോദിച്ചു. അതിനൊക്കെ മറുപടി പറഞ്ഞു. അവസാനം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ സമയം നിമിഷം ഏതാണ്? 18 വർഷത്തെ പ്രസംഗത്തിലൂടെ സ്വാധീനിച്ച ഏറ്റവും വലിയ സംഭവം ഏതാണ്? അന്ന് ഞാൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. പാലക്കാട് അടുത്തൊരു കുഗ്രാമത്തിൽ ഒരു യത്തീംഖാനയുണ്ട്. 50 കുട്ടികളുണ്ട് യത്തീംഖാനയിൽ. ചോർന്നിരിക്കുന്ന ഒരു ചെറിയ കെട്ടിടം. എല്ലാ വർഷവും ഉച്ചയ്ക്ക് അവിടുത്തെ 10 കുട്ടികളെ യത്തീംഖാനയിൽ പഠിപ്പിച്ച് ആ പെൺകുട്ടികളെ അവിടെ തന്നെ യത്തീംഖാനക്കാര് കല്യാണം കഴിച്ചു വിടും. അതിന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ഞാൻ പോകും. ഒരു 15 മിനിറ്റ്. 3 വർഷമായി ആ 15 മിനിറ്റ് പ്രസംഗിക്കും. പ്രസംഗം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരോട് 50 യത്തീമക്കളുണ്ട്, ഓരോരുത്തരെ വെച്ച് ഏറ്റെടുക്കണം. അവർക്ക് ഉപ്പയില്ല, ഉമ്മയില്ല. അടുത്ത 1 വർഷത്തേക്ക് അവരെ ചെലവ് 20,000 രൂപയാണ് ഓരോരുത്തരും ഏറ്റെടുക്കണം. 50 പേരെ ഏറ്റെടുത്തു. കഴിഞ്ഞ 17-ാം തീയതി ആ പ്രസംഗമായിരുന്നു. 5 മിനിറ്റ് 50 കുട്ടികളെ ഏറ്റെടുത്ത് ഓരോരുത്തരും ഇറങ്ങി വരുമ്പോ യതീമീങ്ങളായ 5 കുട്ടികൾ എന്റെ ചുറ്റു വന്നിട്ട് പറഞ്ഞു, ബാക്കമുസ്താർ അടുത്ത വർഷവും വരുമോ? കാറിലേക്ക് കയറുകയാണ്. ഞാൻ ചോദിച്ചു, എന്തേ മക്കളെ, അടുത്ത വർഷം നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്കുള്ള ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് ഉമ്മയില്ല. ഉസ്താദ് പറഞ്ഞു, 1 വർഷത്തെ ചെലവേൽപ്പിക്കുന്നത് കൊണ്ടാണ് 1 വർഷത്തെ നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു പോകുന്നത്. ആ കുട്ടികളുടെ മനസ്സിലെ ആത്മാർത്ഥത കണ്ടപ്പോ ഫേസ്ബുക്കിലൂടെ പറയുന്നതൊക്കെ മറന്നുപോയി. റബ്ബേ, ഇനിയും അത് പറയണമെന്ന് തോന്നി. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഇതാണ്. പലപ്പോഴും യതീമീങ്ങളായ മക്കൾ വന്നിട്ട് ഉസ്താദേ വളരെ പറഞ്ഞ് പിരിച്ചത് കൊണ്ടാണ് വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഞങ്ങൾക്ക് കല്യാണം നടന്നത്. അൽഹംദുലില്ലാഹ്, നാളെ മരിച്ചാലും മായാത്ത സദക്കകളും മുദ്രകളും അതാണ്. ഈ സദസ്സിൽ നിന്നൊരു 3 പെൺകുട്ടികളുടെ വിവാഹം നടത്തണമെന്ന് സംഘാടകരെ തീരുമാനിച്ചിട്ടുണ്ട്. അഗതികളായ, അനാഥകളായ, നിരാലംബരായ, നിരാശ്രയരായ, അവർക്ക് ആങ്ങളമാരില്ല, അവർക്ക് ഉപ്പമാരില്ല, അവർക്ക് താങ്ങാൻ ആരുമില്ല. അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ. അവരക്കാഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ. സങ്കടം കേൾക്കാൻ ആരുമില്ലാത്ത, ദുഃഖം പറയാൻ ഒരാളുമില്ലാത്ത ഒരു 3 പേരെ മഹല്ലേറ്റെടുത്ത് വിവാഹം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ആരുമില്ലാത്തവർക്ക് വേണ്ടി 1 പവന്റെ സ്വർണം ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാം. കല്യാണത്തിന്റെ സമയമാകുമ്പോ ഏൽപ്പിച്ചാ മതി. സന്തോഷത്തോടെ ഈ ചങ്ങനാശ്ശേരിയിലെ ഈ സദസ്സിൽ നിന്ന് അള്ളാഹു ആഗ്രഹത്തോടെ പറയുന്നു, അള്ളാഹു സബലീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ ഒരു പവൻ. അൽഹംദുലില്ലാഹ്, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി 1 പവൻ. അൽഹംദുലില്ലാഹ്, 20 പവൻ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്ന സഹോദരി അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭർത്താവിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ സാലിഹീങ്ങളും ഹാഫിദീങ്ങളും ആക്കി കൊടുക്കുമാറാകട്ടെ.